ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സഹോദരനാണ് കടന്നു വന്നിരിക്കുന്നത്. പ്രിയ സലീം കുമാർ, എറണാകുളത്തിൽ നിന്ന്. ആ പ്രിയ കർത്താവിന്റെ ദാസനെ കർത്താവ് നടത്തിയ വിധങ്ങളും കർത്താവിനെ കണ്ടുമുട്ടിയതും ഒക്കെ ആ വിധങ്ങൾ നാമുമായി ഷെയർ ചെയ്യുവാൻ കടന്നു വന്നിരിക്കുകയാണ്. അതിനുവേണ്ടി ആ പ്രിയ ദേവദാസനെ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എന്തുകൊണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു ബ്രദറെ? സന്തോഷമായിരിക്കുന്നു. നല്ല സന്തോഷം, കർത്താവിൽ നല്ല സന്തോഷമുണ്ട്. ഓക്കെ കർത്താവ് സഹായിക്കട്ടെ. സാക്ഷ്യത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങോട്ട് സന്നിധാനത്തിലൂടെ ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവേ, ഞങ്ങളെ അറിയുന്ന ദൈവം. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്ഥിതികളും നിലകളും ഒക്കെ അറിഞ്ഞ് ഞങ്ങളെ വീണ്ടെടുത്ത ദൈവത്തിന് നന്ദി കർത്താവേ. ഹല്ലേലൂയ. പ്രിയ സഹോദരൻ ദൈവസന്നിധിയില തന്റെ ടെസ്റ്റ് മണി കടന്നു പറയുവാനായി കടന്നു വന്നിരിക്കുന്ന ദാസന ദൈവം ബലപ്പെടുത്തണമേ. ദൈവ സാന്നിധ്യത്തിനുള്ളിൽ അല്പസമയം ഇരിപ്പാൻ ദൈവം സഹായിക്കണമേ. കേൾക്കുന്നതായ ഈ സാക്ഷ്യം ഹല്ലേലൂയ അനേകരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ, ആശ്വാസമായി തീരുവാൻ, വിടുതലായി തീരുവാൻ, കർത്താവിനെ കണ്ടുമുട്ടേണ്ടതിന് ഹല്ലേലൂയ മുഖാന്തരമായി തീരുവാൻ ദൈവം സഹായിച്ചാട്ട. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സഹോദരനെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവല്ലോ. ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ ദൈവമേ, ഞാന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ ദൈവമേ യൂട്യൂബിൽ ചാനലിനെ ഞാന് ദൈവമേ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാന് നന്ദി പറയുന്നു. ഒരുപാട് പേർക്ക് ഈ യൂട്യൂബ് ചാനൽ ദൈവമേ നന്മയായി തീരട്ടെ, നല്ലതായി തീരട്ടെ. അനേകരെ കർത്താവെന്ന ആ യേശു എന്ന ക്രിസ്തു എന്ന അതുല്യ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാൻ ദൈവമേ ഈ ചാനലിനെ ദൈവം സഹായിക്കട്ടെ, സർവ്വ നന്മയാൽ നിറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ അതുപോലെ ഈ യൂട്യൂബ് ചാനൽ നടത്തുന്ന ദൈവം അനേകരെ ക്രിസ്തുവിന്റെ ആ സന്തോഷം, ആ കരകയറി വരുന്ന ജീവിതങ്ങളെ അനേകരിലേക്ക് എത്തിക്കുന്ന ഈ ദൈവദാസി പാസ്റ്റർ ഞാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കട്ടെ ദൈവം. അതുപോലെ എനിക്ക് ദൈവം തന്ന ഈ ജീവിതം, യേശു തന്ന ഈ ജീവിതം ഇതൊരു രണ്ടാം ജന്മമാണ്. ഇത് ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുന്നത് പോലും ആ യേശുവിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. അത് പറയാൻ എനിക്ക് തന്ന ഈ അവസരത്തെ ഞാൻ ഈ യൂട്യൂബ് ചാനലിനോടും ഒക്കെയും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എറണാകുളം ജില്ലയിലെ ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് സൗത്ത് പറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ച് വളർന്നത്. വളരെ ഹരിതഭംഗിയും അതിമനോഹരവുമായ ആ വേമ്പനാട് കായലിന്റെ തീരത്തുള്ള ആ ഭംഗിയുള്ള സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ഒരു ഹിന്ദു പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ ഈ വിശ്വാസത്തിലേക്ക് ഞാൻ ജീവിച്ച് പോന്നത്. ഒരു സ്കൂളിലാണ്, BMUPS എന്ന് പറയുന്ന സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എനിക്ക് പഠിത്തത്തിൽ വലിയ കാര്യമായിട്ട് വിജയിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ സംഗീതത്തെ സ്നേഹിച്ചാണ്. എനിക്ക് പാട്ടിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ ജീവിതത്തിൽ അങ്ങനെ പഠിച്ചു വന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അത് കഴിഞ്ഞ് ഞാൻ വോളിബോൾ കളിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ അതിലൊക്കെ നല്ലൊരു ഇതായിരുന്നു. അപ്പൊ അങ്ങനെ നാട്ടിൻപുറത്തൊക്കെ വോളിബോൾ കളിക്കുമായിരുന്നു. അങ്ങനെ ഒരു സുഹൃത്തുക്കൾ, എൻ്റെ നാട്ടുകാർക്ക് എല്ലാം സ്നേഹമുള്ളൊരു ആളായിരുന്നു ഞാൻ. എല്ലാവർക്കും എന്നെ വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ആ ഒരു കോച്ച് എൻ്റെ ഈ വോളിബോൾ കളി കണ്ടപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞു, ഇവന് നല്ല ഭാവിയുണ്ട്, ഇവനെ ഞങ്ങൾക്ക് സ്കൂളിന് വേണ്ടി തരണം എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛൻ എന്നെ ഒരു മരട് എന്ന് പറയുന്ന സ്കൂളിൽ എന്നെ ആക്കുവാൻ ഇടയായിത്തീരുന്നു. അവിടെ നിന്ന് അങ്ങനെ ഞാൻ ആ സ്കൂളിന് വേണ്ടി വോളിബോൾ കളിച്ച് ഞങ്ങൾ കുറച്ച് അവിടെ ആ കോച്ചിന് വേണ്ടി, അദ്ദേഹത്തിന്റെ ആ സ്കൂൾ ഡ്രിൽ മാഷിന് വേണ്ടി ഒരു ട്രോഫി ആ സ്കൂളിന് വേണ്ടി സ്വന്തമായി മേടിച്ചു കൊടുക്കുവാൻ ഇടയായിത്തീർന്നു.
അങ്ങനെ അവിടുന്ന് എനിക്ക് ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ ആ ജില്ലയ്ക്ക് വേണ്ടി കളിച്ചു. അപ്പൊ എനിക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് സർട്ടിഫിക്കറ്റ് ഒത്തിരി ഉണ്ടായിരുന്നു, ജോലി കിട്ടും എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം എന്തോ ഒരു സാഹചര്യം കൊണ്ട്, വിദ്യാഭ്യാസ കുറവ് കൊണ്ടോ അതുപോലെ തന്നെ പല പല വിഷയങ്ങൾ മറ്റേ സ്പോർട്സ് സ്പിരിറ്റുള്ള സാറന്മാരെയൊക്കെ അനുസരിക്കാത്ത ഒരു ഇത് കൊണ്ടൊക്കെ അവരിലൂടെയുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ എന്നെ തഴയുകയായിരുന്നു. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കപ്പെട്ടു. ആ സ്പോർട്സ് ജീവിതത്തിൽ തന്നെ ഞാൻ നാട്ടിൻപുറത്ത് കുറച്ചു കാലം കളിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് ഞാൻ ജീവിതത്തിൽ എനിക്ക് നിരാശ ഉണ്ടാകാനിടയായി തീർന്നു. അങ്ങനെ ആ ക്യാമ്പിൽ നിന്ന് ഞാൻ പോകുന്നു. അങ്ങനെ എനിക്ക് നിരാശ ഉണ്ടാകാനായി തീർന്നു. അങ്ങനെ പിന്നെ ചെറുതായിട്ട് ആ ഒരു എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണിനെ ഞാൻ ഇഷ്ടപ്പെടുവാനായി ഇടയായി തീർന്നു. അപ്പൊ ഈ എനിക്ക് സ്പോർട്സ് സ്പിരിറ്റ് നഷ്ടപ്പെട്ടെങ്കിലും ആ പെണ്ണിനെ എനിക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ ആ കുട്ടിയെ ഞാൻ സ്നേഹിച്ചു. പക്ഷെ അവര് നമ്മുടെ ജീവിതം പോലെയല്ല, വലിയ നല്ലൊരു കുടുംബമായിരുന്നു. അപ്പം അത് എനിക്ക് തരുവാനായിട്ട് അവർക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ആ കുട്ടി വേറൊരു കല്യാണം കഴിച്ചു പോയി. അങ്ങനെ എനിക്ക് അതും നിരാശയായി. എന്റെ ജീവിതത്തിൽ എന്തെടുത്താലും എനിക്ക് നിരാശ. അപ്പൊ ഞങ്ങൾ അന്യ ദൈവങ്ങളെ ആരാധിച്ച് വരുന്നൊരു കുടുംബമായിരുന്നു. എന്റെ അച്ഛൻ, അമ്മ, ഞാൻ ഫോട്ടോകൾ വെച്ചിട്ട് ആചരിക്കുക, അതുപോലെ അതിനെ വണങ്ങുക, അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു. അപ്പൊ എന്നോട് സുഹൃത്ത് പറഞ്ഞു, ഈ പെണ്ണിനെ നിനക്ക് ലഭിക്കും, നീ ക്ഷേത്രങ്ങളിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ നിനക്ക് ഈ പെണ്ണിനെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങനെയൊക്കെ പോകാൻ ഇടയായി തീർന്നു. പക്ഷെ എനിക്കിത് കിട്ടിയില്ല. വേറൊരു അങ്ങനെ എനിക്ക് നിരാശ, എന്തെടുത്താലും നിരാശ. അങ്ങനെ കൂട്ടുകാരുടെ മുമ്പിൽ എനിക്ക് നിരാശ, കൂട്ടുകാരുടെ മുമ്പിൽ നിരാശ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ജീവിതത്തിൽ എനിക്ക് വളരെ നിരാശയായി. ഞാൻ എന്തെല്ലാം എടുത്താലും ഒന്നും വിജയിക്കുന്നില്ല. അങ്ങനെ ഞാനൊരു കൂട്ടുകാരന്റെ അടുത്ത് ഒരു ആവശ്യത്തിന് പോയി കഴിഞ്ഞപ്പോ ഒരു കല്യാണ ആവശ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, മദ്യം കഴിച്ചാൽ നിരാശയെല്ലാം മാറിപ്പോകുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എനിക്ക് മദ്യപിക്കുന്നതിനോട് താല്പര്യമില്ല. കാരണം എന്റെ അച്ഛൻ മദ്യപിക്കുമായിരുന്നു. അതുകൊണ്ട് എന്റെ അമ്മയും ഞാനും കുടുംബത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു. ഞാൻ മദ്യപിക്കില്ല എന്ന് ശപഥം ചെയ്ത ഒരാളാണ്. പക്ഷെ എങ്കിൽ കൂടി ഞാൻ ആ മദ്യപാനം അന്ന് തുടർന്നു. പിന്നീട് എനിക്ക് അതിൽ തുടർന്ന് ആ ഒരു ചെറിയൊരു സന്തോഷം കിട്ടി. അതിൽ ഞാൻ വീണ്ടും കൂട്ടുകാരുമായിട്ട് വീണ്ടും ചേർന്ന് മദ്യപിച്ച് പോകാൻ ഇടയായി തീർന്നു. അങ്ങനെ ഒരുപാട് മദ്യത്തിലങ്ങാട്ട് കൂട്ടുകാരുമായിട്ട് വീണ്ടും കഴിച്ചു പോകുന്ന ഒരവസ്ഥ, ഒന്നും ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ എന്റെ വീട്ടിലും എന്റെ കുടുംബത്തിലും എല്ലാം പ്രയാസമായി. ഞാനൊരു മോനേ ഉള്ളൂ, അച്ഛനും അമ്മയ്ക്കും. അപ്പൊ ഞാനിങ്ങനെ നശിച്ചു പോണത് കണ്ടപ്പോഴത്തേക്കും എന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര പ്രയാസമായി. അങ്ങനെ ആദ്യമൊക്കെ മറച്ചു വെച്ച് കുടിക്കുമായിരുന്നു. പിന്നീട് എല്ലാരോടും മുമ്പിൽ കാണുക കൂടിയ ബ്രദറെ, ഫോൺ അങ്ങാണ്ട് വന്നെന്ന് തോന്നി, ഇതായല്ലോ. ഒരു കോള് വന്നിരുന്നു. കോൾ ചെയ്ത് വെച്ചാട്ടോ. ഓക്കെ. അപ്പോൾ അങ്ങനെ വീണ്ടും മദ്യപാനത്തിലേക്ക് അങ്ങനെ പോകാൻ ഇടയായി തീർന്നു. വീട്ടുകാർക്കൊക്കെ ഭയങ്കര നിരാശയായി. കാരണം ഞാൻ ഒരു മകനേ ഉള്ളൂ, എന്നെ പറ്റി ഭാവി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെയോ ഒന്ന് രക്ഷപ്പെടും, അല്ലെങ്കിൽ ഏതു തരത്തിൽ രക്ഷപ്പെടും. അപ്പൊ അങ്ങനെ എന്റെ വീട്ടുകാര് വഴി ഒരുപാട് ക്ഷേത്രാചാരങ്ങള്, വഴിപാടുകള്, ഹോമങ്ങള്, പൂജകള് എല്ലാം ചെയ്യുവാൻ ഇടയായി തീർന്നു. ഇതിലെല്ലാം ഒന്നിലും ഫലപ്രാപ്തി കാണാതെ അങ്ങോട്ട് പോകുന്നൊരവസ്ഥയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ അച്ഛനും അമ്മയും തീരുമാനിച്ചു. അപ്പൊ അമ്മയ്ക്ക് വയ്യാതെയായി. അമ്മ പറഞ്ഞു, ഒരു വിവാഹം കഴിക്കണം മോനെ, എനിക്കിനി നിന്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് പറ്റുകയില്ല. അപ്പൊ എന്റെ മോനൊരു വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എനിക്കിപ്പോ വിവാഹമൊന്നും വേണ്ട, കാരണം ജീവിതത്തിൽ ഒരു ഉറപ്പില്ലാതെ ഞാൻ എങ്ങനെ വിവാഹം കഴിക്കണം. അപ്പൊ അമ്മ പറഞ്ഞത് അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എന്റെ അച്ഛനും അമ്മയും ഞങ്ങളൊരു സ്വന്തക്കാർ മുഖേന ഒരു പെൺകുട്ടിയെ പോയി കണ്ടു. അപ്പൊ ഞാനന്ന് കൊല്ലത്ത് ജോലിക്ക് പോവാം, സീലിംഗിന്റെ പണിക്ക് പോവാം. അപ്പൊ ഞാൻ അവിടെ ജോലിയിലായിരുന്നപ്പോൾ എന്നോട് പറഞ്ഞ്, ഈ പെണ്ണിനെ പോയി നീ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഞായറാഴ്ച ഞാൻ കടന്നു വന്നു. അപ്പൊ അച്ഛനും അമ്മയുടെ എപ്പോഴും ഫോൺ കോളും അങ്ങനെയൊക്കെ പറഞ്ഞ് നീ പോവാണ്ടിരിക്കാൻ വയ്യ. അങ്ങനെ ഞാൻ ഈ പെണ്ണിനെ പോയി കാണുകയും അങ്ങനെ ഞാൻ എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് വീണ്ടും മടങ്ങിപ്പോന്നു. അപ്പം
ആ പെണ്ണിന്റെ വീട്ടുകാരോട് പറഞ്ഞു കൊടുത്തു, ചെറുക്കൻ ഭയങ്കര വെള്ളാടിയാണ്, അവന് പെണ്ണിനെ കൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും നിരാശയായി. കാരണം എന്നെ പറ്റി ഇങ്ങനെ തരം താഴ്ത്തി തന്നെ സംസാരിക്കുന്നുള്ളൂ. ഒരു നല്ല വാക്ക് ഈശ്വര, എന്നെ ആരും പറയുന്നില്ലല്ലോ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, നാട്ടുകാർ പോലും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഒരു ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ആ പെണ്ണിന്റെ അച്ഛൻ എന്റെ വീട്ടിൽ വരുവാനിടയായി തീർന്നു. ആ പെണ്ണിന്റെ അച്ഛൻ പറഞ്ഞു, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, വെള്ളം കുടിക്കുമെങ്കിലും ഞങ്ങളുടെ മോളെ തരാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. പക്ഷെ അങ്ങനെ എന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വരാനിടയായി. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു പെണ്ണ് ചന്തറപ്പുള്ള ഒരു പെണ്ണായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തീർച്ചയായിട്ടും ആ പെണ്ണിനെ കെട്ടണം എന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഞാനും എന്റെ അച്ഛനും അമ്മയും ഒക്കെ എല്ലാരും കൂടെ ഞങ്ങള് കൂട്ടുകാരുമായിട്ട് കടന്നുപോയി. ആദ്യം കണ്ടു, പിന്നീട് എന്റെ അച്ഛനും അമ്മയൊക്കെ പോയി. അങ്ങനെ ഞങ്ങള് വിവാഹം കഴിഞ്ഞു. അപ്പൊ ഈ പെണ്ണ് എന്നോട് സംസാരിച്ചു, എന്റെ വൈഫ് എന്നോട് കല്യാണം കഴിഞ്ഞ് സംസാരിച്ചു, കുടിക്കരുത്, ഞാൻ ഒരുപാട് താങ്കളെ പറ്റി കേട്ടിട്ടുണ്ട്, നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. പക്ഷെ ആ കുറച്ച് കാലങ്ങൾക്ക് വൈഫിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം കുടിച്ചില്ല. പിന്നീട് വീണ്ടും ഭയങ്കര കുടിയായി. എന്ന് പറഞ്ഞാൽ ഭയങ്കര കുടിയായി. കുടുംബത്തെ കാര്യങ്ങൾ നോക്കില്ല. അങ്ങനെയൊക്കെ വരുമ്പോ അച്ഛനും അമ്മയും മാത്രം എന്റെ കുടുംബത്തെ പ്രവർത്തിക്കുന്നു എന്ന അവസ്ഥ വന്നു. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും വീണ്ടും മദ്യപാനം തുടങ്ങി. അങ്ങനെ വൈഫ് എന്നോട് ഇഷ്ടമില്ലാത്ത പറയും, ഞാൻ ഇഷ്ടമില്ലാത്ത പറയും. അങ്ങനെയൊക്കെ ഭയങ്കര വിഷയങ്ങളായി. അവസാനം എനിക്കൊരു കുട്ടി ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എന്റെ മോള്, അവരുടെ പേര് ഞങ്ങള് മിന്നു എന്നാണ്. അപ്പം അവള് ഒരു 3 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും എന്റെ വൈഫും കുഞ്ഞുങ്ങളുടെ വീട്ടിൽ പോയി 3 മാസം നിൽക്കുവാൻ ഇടയായി തീർന്നു. ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി. ആർക്കും ഞങ്ങളുടെ ജീവിതത്തിൽ രാഷ്ട്രീയക്കാര്, ഞാനൊരു പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ചു പോകുന്ന ആളാണ്. രാഷ്ട്രീയക്കാർ ഒരുപാട് എന്റെ വീട്ടിൽ എല്ലാവരും വന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും വന്ന് സംസാരിച്ചിട്ടുണ്ട്. നേരെയാക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ ഉപദേശകരൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്. ആരും രക്ഷയില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവസാനം വൈഫിന്റെ അമ്മയും അച്ഛനൊക്കെ ചേർന്ന് എന്റെ പേരിൽ പുതിയമ്പേരി സ്റ്റേഷനിൽ പരാതി കൊടുക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അപ്പോൾ എന്റെ അടുത്ത് SI പറഞ്ഞു, ഇനി ഇവർക്ക് വിഷയം ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഞാൻ റിമാൻഡ് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ എന്നെ പറഞ്ഞിട്ടാണ് അതൊന്നും പറഞ്ഞു പോകുന്നത്. അപ്പൊ പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ റിമാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ വൈഫ് അങ്ങോട്ട് തിരിച്ചു പോവുകയും പിന്നെ ഞങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരികയും വീണ്ടും എന്റെ ഭാഗത്ത് വിഷയം ഉണ്ടാവുകയും ചെയ്തു. പിന്നെ അത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ വന്നപ്പോ എന്റെ മോള് ഭയങ്കര ബുദ്ധിമുട്ട്, ചെറുതാണ്. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും വൈഫൊക്കെ ഇവിടെ വന്നിട്ട് ഈ കുടി നിർത്തുവാണെങ്കിൽ ഞങ്ങള് ജീവിക്കാൻ തയ്യാറാണെന്ന് പറയും. അങ്ങനെ ഞാൻ ജോൺസൺ മാസ്റ്റർ പൂമല എന്ന് പറയുന്ന ഒരു തൃശ്ശൂര്, അവിടെ എൻ്റെ ഒരു കൂട്ടുകാരന്റെ ജ്യേഷ്ഠൻ രാജു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എന്നെ ഹരി എന്നാണ് എന്റെ കൂട്ടുകാരൻ്റെ കൂട്ടുകാരന്റെ ചേട്ടനാണ് രാജു. അദ്ദേഹം ഒരു വണ്ടി എടുത്തിട്ട് എന്റെ അമ്മയോട് പറഞ്ഞു കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജോൺസൺ മാസ്റ്റർ പൂമല എന്ന് പറയുന്ന സ്ഥലത്ത് പോവുകയും അദ്ദേഹം എനിക്ക് ഉപദേശം തരികയും ഒക്കെ ചെയ്തു. കൗൺസിലറാണ്. ഡോക്ടറേറ്റ് എടുത്താണ്. അപ്പൊ അദ്ദേഹം കുടിച്ച് വഴി കിടന്ന ഒരാളായിരുന്നു. അങ്ങനെ തുടങ്ങിയ. അപ്പൊ അദ്ദേഹം എനിക്ക് വേണ്ടി ഉപദേശം തരികയും മദ്യത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തുവെങ്കിലും പക്ഷെ എനിക്ക് അങ്ങോട്ട് അവിടെ നിർത്താൻ പറ്റില്ല. അവിടുന്ന് ഒരു 21 ദിവസം ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഞാൻ വീണ്ടും വീട്ടിൽ വന്നു. അപ്പോഴേക്കും അങ്ങനെ വീണ്ടും ഒരു 6 മാസത്തേക്ക് അവിടുന്ന് ഒരു ചെറിയ പച്ചമരുന്നൊക്കെ ഉണ്ട്, അതൊക്കെ കഴിച്ചു നിന്നു. വീണ്ടും ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഞാൻ മദ്യപാനം തുടങ്ങി. വീണ്ടും മദ്യപാനം തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും വൈഫിന്റെ ഒക്കെ ആ വീട്ടുകാരുടെ ഒക്കെ ആ ഉറപ്പ് എന്നിൽ നഷ്ടപ്പെട്ടു. കാരണം ഇതുകൂടെ എനിക്കും പിന്നീട് ഞാൻ വീട്ടിൽ മദ്യപിച്ച് വരുമ്പോൾ എന്റെ മോള് ഇവിടെ ഉണ്ട്. അവൾ വന്ന് ഒരു ഏകദേശം ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ മദ്യപിച്ച് വരുമ്പോൾ അവള് ഭയങ്കര കരച്ചില, ഏങ്ങനെ അടിച്ചും കരയും. അപ്പൊ എനിക്കിത് കാണുമ്പോഴത്തേക്കും എന്റെ ഉള്ളം തകർന്നു, എനിക്ക് ഭയങ്കര പ്രയാസമാണ്. അപ്പൊ ഞാന് പറഞ്ഞു, ഈശ്വരി ഇനി ഞാൻ എന്താ ചെയ്യുക, എന്നെ ആരെ രക്ഷിക്കുക? കാരണം എന്റെ മോള് തകർന്നു പോകും, എനിക്ക് എന്റെ കുടുംബജീവിതം പോയി, ഞാൻ എന്ത് ചെയ്യും? രക്ഷിക്കാൻ ഒരു വഴിയും എനിക്കില്ലല്ലോ. പലതും ഞാൻ ചെയ്തു, പക്ഷെ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് രക്ഷ കിട്ടിയില്ല. അങ്ങനെ ഞങ്ങളോട് വേറൊരാള് പറഞ്ഞു, ഈ പാഴൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ പഠിപ്പുര എന്ന് പറയും, പ്രശ്നം വെക്കുന്ന സ്ഥലമാണ്, അവിടെ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു 10,000 രൂപ അവിടെ വേണം. ഞാൻ 1000 രൂപയൊക്കെ സംഘടിപ്പിച്ചു. ഞാനും എന്റെ വൈഫും കൂടെ അവിടെ പോയി. അപ്പം അവിടെ നോക്കിയിട്ടൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് ഇന്ന പോലെ ഇതാണെന്നൊക്കെ പറഞ്ഞു കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. അതൊക്കെ ഞങ്ങൾ കുറച്ച് ചെയ്തു. അത് ഫലപ്രാപ്തി കണ്ടില്ല. പിന്നെ വീണ്ടും എനിക്ക് മദ്യപാന സ്ഥാനത്ത് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ജീവിക്കണമെന്നുണ്ട്, പക്ഷെ അതിന്
തവള കിണറ്റി വീണ ഒരവസ്ഥ, കയറാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ മുങ്ങിപ്പോയി. അങ്ങനെ ഞാൻ അതിൽ നിന്ന് കര കയറാൻ വേണ്ടി വീണ്ടും നോക്കി ശ്രമിച്ച് ഒരാഴ്ച കുടിക്കാതെ ഇരുന്നു, 6 മാസം ഇരുന്നു. വീണ്ടും കല്യാണ ആവശ്യങ്ങൾ വരുമ്പോൾ വീണ്ടും കൂട്ടുകാരും മതിയേക്കും, ഞാനും മതിയേക്കും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ലാസ്റ്റ് ഞാൻ വയലന്റ് ആയി കഴിഞ്ഞപ്പോ എന്റെ ബോധം, മെമ്മറി പവർ പോകുന്ന ഒരു അവസ്ഥ വന്നു. ഞാൻ വൈഫിനെ ഉപദ്രവിക്കാൻ, ഹോസ്പിറ്റലിൽ വെച്ച് ഉപദ്രവിക്കാൻ ഇടയായിത്തീരുന്നു. അങ്ങനെ പോലീസുകാര് എന്റെ കൈയും കാലും കെട്ടിയിട്ട് എറണാകുളം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ അറിയാണെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് അപ്പം അവര് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് എന്റെ ഒരു സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോ പറഞ്ഞു ഇയാളുടെ തലയിൽ ഒരു ബ്രെയിൻ ക്ലോട്ടിങ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് മാറ്റിയെങ്കിൽ മാത്രമേ ഇയാളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ആ ഡോക്ടർ എന്നെ സമീപിച്ചു. ഡോക്ടർ പറഞ്ഞു ഇയാൾ ഇനി മദ്യപിച്ചാൽ മരിച്ചു പോകും. കാരണം തുറന്നു പറഞ്ഞു ഇയാളുടെ തലയിൽ ഒരു ക്ലോട്ടിങ് ഉണ്ട്, അത് മാറ്റാൻ ഞങ്ങൾക്കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്, ബ്രെയിനിനകത്താണ്. അപ്പൊ വൈഫും പറഞ്ഞു. അപ്പൊ ആ സിറ്റി സ്കാനൊക്കെ എന്റെ ഇരിപ്പുണ്ട്, ഞാനത് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. അപ്പം അങ്ങനെ കേട്ടപ്പോ എന്റെ ഹൃദയം തകർന്നു. ഞാനൊരു രോഗിയാണ്, ഇനി മരിച്ചു പോകും, ഇനി എന്തൊരു ജീവിതം എന്നൊക്കെ ഞാൻ കരുതി. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ പിന്നീട് മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വന്നാലും സ്വബോധമില്ല. അയൽവക്കക്കാരെ ചീത്ത പറയും, നാട്ടുകാരെ ചീത്ത പറയും. എല്ലാവരുടെ സ്നേഹമായിട്ടിരുന്നത് ഞാൻ എല്ലാവരെയും വെറുപ്പിച്ചു. ആർക്കും തോന്നാത്തൊരവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഒരാൾക്കും കണ്ടുകൂടാ, ഒരാളും മിണ്ടില്ല. ആ ഒരവസ്ഥ. ഒരു മനുഷ്യൻ ശരിക്കും ഒറ്റപ്പെട്ട് ഒതുങ്ങിയ ഒരവസ്ഥയിലേക്ക് എന്റെ ജീവിതം പോയി. അപ്പൊ ഞാൻ കരുതി ഇനി എല്ലാം എന്നെ നഷ്ടപ്പെട്ടല്ലോ ദൈവമേ, ഇനി എന്നെ രക്ഷിക്കാൻ ഒരു വഴി അങ്ങ് എനിക്ക് കാണിച്ചു തരണം, വേറൊരു നിവൃത്തിയില്ല. അങ്ങനെ ഞാൻ വീണ്ടും എന്റെ മോളും വൈഫും ഒക്കെ വീണ്ടും വീട്ടിലേക്ക് പോകാനിടയായിത്തീരുന്നു. എന്നോട് ആർക്കും സ്നേഹമില്ല, മാതാപിതാക്കൾക്ക് സ്നേഹമില്ല. അപ്പൊ ഞാൻ കുടിച്ചിട്ട് വന്നാൽ അത് കഴിഞ്ഞൊരു 4 മദ്യപിച്ച് കഴിഞ്ഞിട്ട് വഴി കിടപ്പായി. ഈ ക്ലോട്ട് കണ്ട പിന്നെയും കുടി തുടങ്ങിയോ? കുടി തുടങ്ങി, പിന്നെ കുടി തുടങ്ങി. ഡോക്ടറെ കണ്ടുവന്ന് വീണ്ടും കഴി തുടങ്ങി. വീണ്ടും വഴി കിടക്കാനിടയായി, തളർന്നു പോകുന്ന അവസ്ഥ. മദ്യപിച്ച് കയ്യിൽ കിട്ടുന്ന ആശം മേടിച്ച് അങ്ങനെ കുടിച്ച് വീണ്ടും വഴി കിടക്കുന്ന അവസ്ഥയായി. പക്ഷെ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരു ദിവസം എന്റെ അച്ഛനും അമ്മയും എന്നെ ഒരു ഓട്ടോ വിളിച്ച് അവർ എടുത്തുകൊണ്ട് വരാനിടയായിത്തീരുന്നു. പിറ്റേ ദിവസം എടുത്തുകൊണ്ട് വന്നു, പിന്നെ എടുക്കാണ്ടായി. ഞാനൊരു ദിവസം അവിടെ കിടന്നു. ഒരു ദിവസം എന്റെ കൂട്ടുകാരൻ എന്നെ കണ്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് അവനെ എങ്ങോട്ട് പോവാ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച അവൻ എന്റെ ബസ്സിന്റെ ബാക്കിൽ ഇരുന്ന് എന്റെ ചേഷ്ടകളും എന്റെ ആ തളർച്ചയും വീഴ്ചയെ കണ്ടിട്ട് അവൻ എന്നെ ഇറക്കി കൊണ്ടുവന്നു സ്റ്റോപ്പിലിരുത്തി. നീ ഇവിടെ ഇരുന്നു, എങ്ങും പോരുത്. അപ്പൊ അവനെ ബസ്സുകാരെ ചീത്ത പറഞ്ഞു. കാരണം നമ്മുടെ ഡ്യൂട്ടിയാണ്, നീ എന്തിനാ അങ്ങനെയുള്ള ഒരു ചുമക്കാൻ പോകണം. അപ്പൊ എനിക്ക് എന്റെ ജീവിതത്തിൽ ഭയങ്കര സങ്കടം. ആരും ഇല്ലാത്തൊരവസ്ഥയിൽ ഞാൻ വഴി നിൽക്കാം. അങ്ങനെ എനിക്ക് നിർത്തണം, ആർക്കും വേണ്ടാത്ത ജീവിതം. പക്ഷെ എനിക്ക് തോന്നി ഈശ്വര, ഞാൻ എന്റെ മക്കളെ സൃഷ്ടിച്ചിട്ട് ദൈവമേ അവരെ പോലും എനിക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥ, അവരുടെ ഭാവി എന്താവും, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു. അങ്ങനെ എനിക്ക് രക്ഷയില്ല. വീട്ടിൽ വന്നാൽ ആരും മൈൻഡ് ചെയ്യുന്നില്ല, ഭക്ഷണം കഴിക്കും. അപ്പം എല്ലാവരും ഒരൊറ്റപ്പെട്ട് ആരും സംസാരിക്കാറില്ല, എന്നെ ആരും മിണ്ടാറില്ല. അങ്ങനെയൊക്കെ അവസ്ഥയിലായി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ജീവിതത്തിൽ മരിച്ചാൽ മതി എന്നുള്ളൊരു അവസ്ഥയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ സ്വന്തക്കാരുമായിട്ട് ചെറിയ വിഷയങ്ങൾ ഉണ്ടായി. അപ്പം അവരുടെ പേരിൽ ഞാനൊരു പരാതി കൊണ്ടേ കൊടുത്തു. പക്ഷെ എന്നെ പറ്റി അന്വേഷിച്ചപ്പോഴത്തേക്കും ഞാനാള് ശരിയല്ല. പിന്നെ ഇങ്ങനെ ഞാൻ പരാതി കൊടുത്തു. അപ്പൊ എസ് ഐ നേരെ തിരിച്ച് എന്റെ പേരിൽ കേസ് എടുത്ത് റിട്ടേൺ എടുത്തു. അപ്പൊ ഇത്രയും പേര് ഞാൻ ഇല്ലാത്ത പരാതി ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേക്ക് അവർക്ക് വിഷയമായി. അതിന് സ്വന്തക്കാരൊക്കെ തന്നെയാണ്. അങ്ങനെ ആ കേസ് ഞാൻ പറഞ്ഞു തീർക്കണം, അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കും. അങ്ങനെ വിഷയം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സങ്കടം വന്നു. ഞാൻ ചെയ്ത് തെറ്റായിപ്പോ അത്ര പേരിന്റെ പേര് ഞാൻ പരാതി കൊടുത്തില്ലേ, എന്നെ ചീത്ത പറഞ്ഞെന്നും പറഞ്ഞാണ്. അപ്പം അത് തീർത്തില്ലെങ്കിൽ എസ് ഐ എന്ന് തരും. എസ് ഐ ഭയങ്കര ചൂടനായ എസ് ഐ. അപ്പൊ ഞാൻ എന്റെ എന്ത് ചെയ്യുമെന്ന് കരുതി ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ഷാള് നിവർത്തിയില്ല. എന്റെ അമ്മ അപ്പൊ ഈ ഒരു പ്രാവശ്യം എന്നെ വേറൊരു ഈ വൈഫ് കൊടുത്ത കേസിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം ഇറക്കിക്കൊണ്ട് വന്നതാ. പിന്നെ ഞാൻ എങ്ങനെ പിന്നിൽ പോകും? അപ്പൊ എനിക്ക് വയ്യ. ഞാനൊരു 7 മണിയായിട്ടുണ്ട്. ഞാനൊരു ഷാൾ എടുത്ത് എന്റെ വൈഫിനോട് പോലും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. ഞാനൊരു ഷാൾ എടുത്ത് കുരുക്കിട്ട് ഞാൻ ഇങ്ങനെ ചാകും ഉറപ്പാ. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കുമാണ് ഒരു മുട്ടുകെട്ടം കഥയിൽ. അപ്പൊ ഞാൻ നോക്കുമ്പോ എന്റെ അമ്മ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞടാ, നാളെ അയാൾ നിന്നെ ഇറക്കാൻ സ്റ്റേഷനിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അത് ദൈവം. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ കുറിച്ച് പോയി. അദ്ദേഹം എന്നെ എസ് ഐയോട് കാര്യങ്ങൾ പറഞ്ഞ് തീർത്ത് എന്നെ കൊണ്ടുവന്നു. അങ്ങനെ സ്വന്തക്കാരോടൊക്കെ സ്നേഹമായി. അങ്ങനെ അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞു, ഇന്ന് നീ കുടിച്ചു കഴിഞ്ഞാൽ നിന്റെ കാര്യത്തിന് ഞാൻ ഇടപെടില്ല. ഇങ്ങനെയുള്ള എനിക്കതിന് സമയമില്ല. ഞങ്ങളുടെ കുറിച്ച് പാർട്ടി പ്രവർത്തകനാണ്, നേരത്തെ നിൽക്കുന്ന കുടുംബമാണ്. ആ ഒരു സ്നേഹത്തിൽ നിന്നെ ഞങ്ങൾ രക്ഷിച്ചു. അപ്പം ഇനി അത് ഞാൻ ഉണ്ടാവൂല, എന്നെ വിളിക്കരുത്. അപ്പൊ ആ പ്രതീക്ഷ ഇനി എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ എനിക്ക് ജീവിക്കണം.
ഒരാളോട് വഴക്കിടാതെ, ഒരു പിണക്കമില്ലാതെ ആ സ്നേഹത്തോട് എനിക്ക് ജീവിക്കണം. അതിനെന്താ ഒരു മാർഗം? ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് രാജു പാസ്റ്റർ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ കൊച്ചുപള്ളിയിലുണ്ടെന്ന് ഞാൻ അറിയുന്നത്. അപ്പം അങ്ങനെ ഞാൻ ആ ദൈവദാസനെ ഒരാള് എന്നോട് പറഞ്ഞു, പാസ്റ്റർ വിളിക്കാന്ന് പറഞ്ഞു, അടുത്തുള്ള ഒരാള്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ വിളിക്ക്. അപ്പൊ അങ്ങനെ ആ പാസ്റ്റർ എന്റെ വീട്ടിൽ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അവസ്ഥ ഇതാണ്, ഞാൻ രക്ഷയൊന്നും പെടുകയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സലീമേ, നിന്നെ രക്ഷിക്കാൻ യേശുവിന് കഴിയും. കാരണം യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞോ. യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു, പാസ്റ്റർ എന്നെ രക്ഷിക്കാനൊന്നും കഴിയത്തില്ല, ഒരിക്കലും സാധിക്കില്ല. കാരണം ഇത്രയും എല്ലാ പ്രവൃത്തിയും ഞാൻ ചെയ്തു, പോവാൻ ഇനി ഒരു ഇടവും ഇല്ല. രാഷ്ട്രീയക്കാര്, അതുപോലെ സ്വന്തക്കാര്, കൗൺസിലർമാര്, പിന്നെ പോലീസുകാര്, ഇവരൊക്കെ എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അതിലും വലിയൊരു ആരാ എന്നെ രക്ഷിക്കണം. അപ്പം പാസ്റ്റർ പറഞ്ഞു, യേശുവിനെ രക്ഷിക്കാൻ കഴിയും സലീം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ കയ്യിൽ ഒരു 200 രൂപ രാവിലെ പാസ്റ്ററിനോട് പറഞ്ഞ് ഞങ്ങളിപ്പോ പ്രാർത്ഥിച്ചിട്ട് പോവുകയാണ്, സലീം ഞായറാഴ്ച രാവിലെ എന്റെ പ്രാർത്ഥനാലയത്തിൽ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു പോണോ വേണ്ടയോ. അപ്പൊ ഞാൻ ആലോചിച്ചു, ഏതായാലും ഇത്ര വഴിയൊക്കെ നമ്മൾ ചെയ്തില്ലേ, ഇനി ഒരു ചെറിയ വഴി, പൈസ ഒന്നും വേണ്ട, നമുക്കൊന്നും മുടക്കണ്ട, ഒന്ന് ചെന്ന് നോക്കാം എങ്ങനെയാണെന്ന് അറിയാലോ എന്ന് കരുതി. അപ്പം എന്റെ കയ്യിൽ 200 രൂപ കിടപ്പുണ്ട്. ഞാൻ പാസ്റ്ററിന്റെ അടുത്ത് തന്നെ ഒരു ഷാപ്പുണ്ട്, പാസ്റ്ററിന്റെ ആരാധന നടക്കുന്നതിന്റെ അപ്പുറം. ഞാൻ അതിന്റെ വാതിക കൂടെ പോകുമ്പോൾ ഇവരുടെ കൈയൂട്ടും ബഹളമൊക്കെ എനിക്ക് മിക്ക ദിവസവും കേൾക്കാം. ഞാനതിന് അതിന്റെ വാതിക സൈക്കിൾ നിർത്തിയിട്ടൊക്കെ അവിടെ അയലോക്കാരനൊക്കെ പറഞ്ഞത് എന്താണ് ഇവിടെ നടക്കണമെന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട്, വെള്ളം അടിക്കുന്ന സമയത്ത് അതിന്റെ വാതിക കൂടെ. അപ്പൊ ഞാൻ അവിടെ കയറിച്ചില്ല. അങ്ങനെ ഞാൻ അവിടെ കയറി ചെന്നു. അന്ന് ഞാൻ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു 8ഓളം ദൈവദാസന്മാരുണ്ടായിരുന്നു ആ സഭയിൽ. അപ്പൊ പാസ്റ്റർ എന്റെ പേര് പറഞ്ഞു. എല്ലാരും കൂടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആരാധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനന്ന് പ്രാർത്ഥന കഴിഞ്ഞു. ഞാൻ അന്ന് കുടിക്കാൻ പോയില്ല, പൈസ മടക്കിയിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി. ഒരു 2 ആഴ്ച മദ്യപാനം നിർത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ വൈഫ് അനിപ്പാസ്റ്റർ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ അറിയുമായിരുന്നു, ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട്. അങ്ങനെ ആ പാസ്റ്ററിന്റെ ഒരു ചർച്ചിലേക്ക് ഞങ്ങള് കടന്നു പോവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഞാൻ അവിടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അനിപ്പാസ്റ്ററും ആശാന്റെയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ആ പാസ്റ്റർ കുടുംബത്തിലും കടന്നു ചെന്ന് ഞങ്ങളൊരു കുടുംബം പോലെ സ്നേഹത്തോട് കഴിഞ്ഞു. പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വരും, എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് അനിപ്പാസ്റ്റർ എന്ന് പറയാം. അനിപ്പാസ്റ്ററും ആശാന്റി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് രക്ഷിക്കാൻ വേണ്ടി കർത്താവിന്റെ മക്കളായിട്ട് ഒരുപാട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പാസ്റ്റർ ഒത്തിരി പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ഈ ചർച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഞാൻ ഈ ആരാധന കഴിയുമ്പോ എന്റെ വൈഫൊക്കെ ഉണ്ട്, അവര് കഞ്ഞി കുടിക്കുമ്പോ ഉച്ച കഴിയുമ്പോ ഞാൻ അവിടെ സ്കൂട്ടാവും. അപ്പൊ ഇവിടെ പോയപ്പോഴത്തേക്കും എന്റെ വൈഫൊക്കെ എന്റെ കൂടെ വരാൻ തുടങ്ങി. വൈഫൊക്കെ എനിക്ക് 1 മാസമായിട്ട് മാറ്റമുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും എന്റെ ഭാര്യയും മക്കളും ഒക്കെ എന്റെ വീട്ടിൽ വന്നു. അവരും എന്റെ കൂട്ടി ആ ആലയത്തിലേക്ക് വരുവാനിടയായിട്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഈ അനിപ്പാസ്റ്ററിന്റെ ചർച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ ഞാന് ഈ 1 മണിയാകുമ്പോ പോയിട്ട് മദ്യം കഴിക്കും, ഒരു ഷാപ്പിൽ പോയിട്ട് ഒരു കുപ്പി കള്ളു കുടിക്കും, തിരിച്ചു വരും, അതേ കഴിക്കുള്ളൂ. അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഞാൻ ചെയ്യുന്നത് തെറ്റാ, ഞാൻ എവിടെയാ പോകുന്നത് കർത്താവിന് ചെന്ന്. പിന്നെ എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല പാസ്റ്ററെ. അപ്പൊ ഞാൻ അങ്ങനെ മുട്ടുകുത്തി അവിടെ. ഞാൻ പിറ്റേ ദിവസം, കർത്താവേ യേശുവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, എനിക്ക് ഈ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ വേണം, എന്നെ രക്ഷിക്കണം അപ്പ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അവരെല്ലാവരും എനിക്ക് കരം കോർത്ത് പ്രാർത്ഥിച്ചു. എന്താ അറിയില്ല, പിറ്റേ ദിവസം ഒരു മദ്യപാനം എന്നിൽ നിന്ന് മാറിപ്പോയി. അങ്ങനെ മുറുക്ക് എന്നിൽ നിന്ന് മാറിപ്പോയി, സിഗരറ്റ് വലി എന്നിൽ നിന്ന് മാറിപ്പോയി. അങ്ങനെ പല പല ദുർശീലങ്ങളും മാറിപ്പോയി. അങ്ങനെ വീണ്ടും ഞാൻ ഈ രാജു പാസ്റ്ററാണ് എന്നെ കൊണ്ടുവന്ന് പാസ്റ്ററിന്റെ സ്ഥലത്തിൽ ഞാൻ ഇടക്ക് പോകും. അങ്ങനെ പാസ്റ്ററിന്റെ അടുത്ത് ഞാൻ പോകാൻ തുടങ്ങി. ഈ പാസ്റ്റർ അപ്പൊ എനിക്ക് ജോലി കുറവായിരുന്നു. അപ്പൊ അങ്ങനെ അനിപ്പാസ്റ്ററിന്റെ അടുത്തിൽ നിന്ന് ഞാൻ ഈ രാജു പാസ്റ്ററുമായിട്ട് സഹകരിക്കും. പാസ്റ്റർ നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഒരു ദിവസം പാസ്റ്ററിന്റെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും, രാജു പാസ്റ്ററിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ പാസ്റ്ററിന്റെ വൈഫ് നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ആന്റി ഭക്ഷണങ്ങളായിരിക്കണം. അപ്പൊ എന്നോട് പറഞ്ഞത് പാസ്റ്ററിന്റെ വൈഫിന്റെ പേര് ജോത്സന എന്നാണ്. അപ്പൊ ജോത്സന ആന്റി എന്നോട് പറഞ്ഞത് പാസ്റ്റർ ഒരു 10ഓളം പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നോക്കിയിട്ട് നല്ല പ്രവൃത്തി ആരാധിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ് ഞാനും അതിൽ പങ്കാളിയാകുകയാണ്, ഞാനും എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് ജോലിയില്ല. അപ്പൊ അങ്ങനെ ഞാൻ ഈ പാസ്റ്ററിന്റെ വീട്ടിൽ വരികയും ഈ ജോത്സ്യനാന്റെയും പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അപ്പൊ എനിക്ക് പിറ്റേ ദിവസം മുതൽ എനിക്ക് ജോലി ശരിയാക്കി. ഒരുപാട് ജോലികൾ എനിക്ക് കിട്ടാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഞാൻ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇത് ഭക്ഷണത്തിന് വേണ്ടി കൊടുക്കുകയും അങ്ങനെ പാസ്റ്റർ വൃത്തി പിന്നെ എന്നെ കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ പാസ്റ്ററിനെ ഓരോ സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കാനും അങ്ങനെ ഓരോ വീടുകളിൽ ഇപ്പൊ എന്റെ മദ്യത്തിന്റെ സാക്ഷ്യം പറയിപ്പിക്കാനും ഒക്കെ അങ്ങനെ എന്നെ കൊണ്ടുപോകും. അപ്പൊ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാൻ ആ ഒരു ഇതിലേക്ക് എനിക്കൊരു നല്ലൊരു വ്യക്തിയാകുവാൻ, നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുവാൻ അങ്ങനെ എനിക്കൊരു സന്തോഷം എന്റെ ഹൃദയത്തിലേക്ക് വന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ പാസ്റ്ററിന്റെ അടുത്ത് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകും, അങ്ങനെ സുവിശേഷം പറയും, അങ്ങനെ അത് രീതിയാക്കി ഞാൻ. അപ്പൊ ഞാനങ്ങനെ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ഇനി കർത്താവിന് വേണ്ടി ജീവിക്കണം, എനിക്ക് സമർപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പാസ്റ്റർ പറഞ്ഞ് അല്ലെ അത് ചില്ലറ കാര്യമൊന്നുമല്ല, യേശു എന്ന് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളതൊരു വാക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല പാസ്റ്റർ, എനിക്ക് ജീവിതം എന്തൊക്കെയായാലും എനിക്ക് യേശുവിന് വേണ്ടി എനിക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങള് സമർപ്പിക്കുവാൻ ഞാൻ സഭയിൽ പ്രാർത്ഥിച്ചു, വീട്ടിൽ പ്രാർത്ഥിക്കും, ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ PGM എന്ന് പറയുന്ന ഒരു സഭയിലേക്ക് പാസ്റ്റർ കൊണ്ടുപോയി. ഞങ്ങളോട് ചെല്ലുമ്പോൾ എനിക്ക് വിളിയുണ്ടെങ്കിൽ നീ പുറപ്പെട്ടു പോകണം എന്നുള്ള വാക്കാണ് എനിക്ക് കിട്ടുന്നത്. അങ്ങനെ അവിടെ ഞാൻ കർത്താവിനെ സ്നേഹിക്കാം അങ്ങനെ പോകാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരുപാട് തലങ്ങളിൽ സുവിശേഷം അറിയിക്കാൻ പോയി. അങ്ങനെ എന്റെ മദ്യപാനങ്ങൾ ഞാൻ അറിയാതെ തന്നെ എന്റെ മദ്യപാനങ്ങളും എന്നിലുണ്ടായിരുന്ന അഴുക്ക് സ്വഭാവങ്ങളും എല്ലാം മാറി ഏറെക്കുറെ അത് മാറിപ്പോവാൻ ഇടയായി തീർന്നു. അങ്ങനെ എനിക്ക് എന്റെ നാട്ടുകാർക്ക് എന്നോട് സ്നേഹമായി. അപ്പൊ ഞാൻ ഒരുപാട് പേര് ഇടിയുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അവരോടൊപ്പം സംസാരിക്കും, അവരെന്നോട് സംസാരിക്കും, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കും. അപ്പോഴൊക്കെ ഞാൻ ഭയങ്കര ഈഗോയുള്ള മനുഷ്യനായിരുന്നു. എന്നോട് ചീത്ത പറഞ്ഞാൽ ഞാൻ അവരോട് ഒരിക്കലും ഞാൻ മിണ്ടാത്ത ഒരാളായിരുന്നു. എനിക്ക് പകയായിരുന്നു, വൈരാഗ്യമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ അവരോടൊക്കെ മിണ്ടാൻ തുടങ്ങി. സ്നേഹം എന്ന പദം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. സ്നേഹം എന്ന പദം എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങള് വീട്ടിൽ താമസിച്ച് അച്ഛനും അമ്മയായിട്ട് ഒരുമിച്ച് പോയി. എങ്കിലും അച്ഛനും അമ്മയ്ക്കും ഒക്കെ എന്നോട് ഈ വിശ്വാസത്തിനോട് ഞങ്ങളോട് യോജിച്ചു പോകാൻ താല്പര്യമില്ലാത്തൊരു കാലമാണ്. അപ്പോൾ ഞങ്ങളൊരു പ്രാർത്ഥിക്കുന്നത് ഇഷ്ടമല്ല, വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും അതിന് താല്പര്യമില്ല, കാരണം അത് വേറൊരു ആചാരപരമായിട്ട് പോകുന്നു. ഞങ്ങള് കർത്താവിനെ സ്നേഹിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആ വീട്ടിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളോട് പിന്നെ അച്ഛനും അമ്മയും പറയാനിടയായി തീർന്നു, നിങ്ങൾ ഇവിടുന്ന് അല്ലെങ്കിൽ മാറണം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അമ്മയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ നന്നായാൽ മതി, അത് എവിടെ നിന്നായാലും യേശുവിനെ മാറ്റുന്നുണ്ടോ എന്നിട്ട് ഞാൻ തിരിച്ചു വരാം. ഞാൻ പറഞ്ഞു ഞാൻ നടക്കൂല. ഞാൻ പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഇനി യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഒരു തീരുമാനം ഞാൻ ഉറച്ചെടുത്തു. യേശുവാണ് വലുതെന്നുള്ള തീരുമാനം ഞാനങ്ങ് എടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇറങ്ങി പോണം എന്ന് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് പോണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ ചെറിയ ചെറിയ കോംപ്രമൈസ് ആയിട്ട് ജീവിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ വൈഫിനായിട്ട് ഇറങ്ങി പോണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു രാത്രിയിൽ ഞങ്ങൾ ഇറക്കി വിടുകയാണ്, ഇറങ്ങി പോവേണ്ടി വന്നു. അപ്പോൾ ഒരു പോലീസ് പറഞ്ഞു, ഞാൻ പറഞ്ഞു സാറേ ഞാൻ ജനിച്ചു വളർന്ന വീടാണ്, ഇവിടുന്ന് ഞാൻ എങ്ങനെ ഇറങ്ങിപ്പോകും? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഈ നിമിഷം നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ എന്റെ വൈഫിനെ ഒക്കെ SI നല്ലൊരു യൂണിയൻ ബേർ സ്റ്റേഷനിലെ SI നല്ലൊരു മനുഷ്യനായിരുന്നു, ശ്യാംലാൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വീട്ടിൽ വരികയും എന്റെ വൈഫിന് ഓട്ടോ കാശ് കൊടുത്ത് ഓട്ടോക്കാരനെ വിളിച്ചിട്ട് വൈഫിനെയും കുട്ടികളെ ഉത്തരവാദിത്തോടുകൂടി അവിടെ ആക്കണമെന്ന് പറഞ്ഞു. ഞാനും ആ പുറകെ എന്റെ വണ്ടി എടുത്തു പോയി. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഞാൻ ജീവിച്ചാലും മരിച്ചാലും യേശുവിന് വേണ്ടി ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാണ്, ബൈബിൾ എടുത്തുകയാണ്, ഞാൻ ജീവിച്ചാലും മരിച്ചാലും യേശുവിന് വേണ്ടി, ഞാൻ നശിയില്ല നല്ലപോലെ ജീവിക്കും എന്ന്. ഒരുപാട് അയൽവാസികളൊക്കെ ഉണ്ട്, ഞങ്ങളെ എങ്ങനെയുണ്ട് യേശുവിനെ സ്നേഹിച്ചിട്ടെല്ലാം നഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ പോക്ക് കണ്ട് ഒരുപാട് പേര് പഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ആ നടുവിലൂടെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, വൈഫ് ഹൗസിൽ പോയപ്പോ എന്റെ അമ്മ എന്നോട് ചോദിക്കാൻ ഇടയായി തീർന്നു. അമ്മ ഇപ്പൊ യേശുവിനെ അറിഞ്ഞു, എങ്കിലും എന്റെ വൈഫിന്റെ അമ്മ എന്നോട് ചോദിക്കാൻ ഇടയായി തീർന്നു, മോനെ യേശുവിനെ സ്നേഹിച്ചിട്ട് പെരുവഴിയായില്ലേ, എന്തിനാ നീ സ്നേഹിച്ചത്? അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ അമ്മേ ഞാൻ യേശുവിൽ ഉറച്ചു തന്നെ നിൽക്കും. അങ്ങനെ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒരു വാടക, ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു ടീം ഞങ്ങളോട് പറഞ്ഞു, അവരെ നിങ്ങൾക്ക് ഞങ്ങൾ വാടക വീട് വരാം. ഷാജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അജി എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു സ്നേഹം നമ്മുടെ മറ്റാരുടെ അടുത്തും കണ്ടിട്ടില്ല കേട്ടോ, ദൈവത്തെ അറിയുന്നുണ്ടായിരിക്കാം.
അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചോളാൻ പറഞ്ഞു. അപ്പം അവർക്ക് വേറെ 2 വീടുണ്ട്, അവരെ 3 വീട് വെച്ചിട്ടുണ്ട്, അവർക്കൊരു വീട്. അപ്പൊ ഞങ്ങളോട് താമസിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്കൊരു വീട് അവർ താമസിക്കാൻ തന്നു. വാടക ഒന്നും ചോദിച്ചില്ല. നമ്മൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ, അവരുടെ വീടല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെ കൊടുത്ത് ഞങ്ങളോട് 1 കൊല്ലത്തോളം താമസിച്ചു. പക്ഷെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമേ, യേശുവേ, ഞങ്ങൾക്കൊരു ഈ ഭൂമിയിൽ അങ്ങ് വിളിക്കുന്നിടത്ത് തിരിച്ചു വരുന്നത് വരെ താമസിക്കാൻ ഒരു മുറി ഞങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ലൈഫിന്റെ ഒരു വീട് എന്റെ വൈഫ് അതന്ന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് അവര് പറഞ്ഞു നിങ്ങൾക്ക് വീട് ഇപ്പോഴൊന്നും കിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അവര് പിന്നീട് എന്നെ വിളിക്കാൻ ഇടയായിത്തീർന്നു. നിങ്ങൾക്ക് വീട് പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഞങ്ങൾക്ക് സ്ഥലം കിട്ടണം മേഡം, ആന്റി സ്ഥലം കിട്ടണം. അപ്പോൾ സോറി ക്ഷമിക്കണം ഇടയ്ക്ക്. അപ്പം ഞാൻ പറഞ്ഞു പാസ് ആന്റി ഞങ്ങൾക്ക് ഈ സ്ഥലം കിട്ടണം, അല്ലാതെ വീട് അവർ തരില്ല. അപ്പൊ അച്ഛന് തോന്നിയെങ്കിൽ മാത്രമേ സ്ഥലം തരുള്ളൂ. അപ്പോൾ ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ കർത്താവ് അച്ഛന്റെ മനസ്സിനോട് ഇടപെട്ടു. അച്ഛൻ ഞങ്ങൾക്ക് സ്ഥലം ആ വീട്ടിനോട് അടുത്ത് തന്നെ തരാൻ ഇടയായിത്തീർന്നു. 10 സെന്റ് ഉണ്ട്, അച്ഛന്റെ പേരിലാണ്. അങ്ങനെ അച്ഛൻ അത് എനിക്ക് വേറെ മക്കളൊന്നുമില്ല, ഞാനൊരാൾ, അച്ഛൻ 5 സെന്റ് എനിക്ക് തരാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ആ അധികാരികളോടെല്ലാം ദൈവം ഇടപെട്ടു. ദൈവത്തിന്റെ സ്നേഹം, നമ്മുടെ ഒരു കഴിവല്ല, ഒരു പദവി ഒന്നുമല്ല, പക്ഷെ കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾക്ക് ഇടപെട്ട ആ വീട് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ ആ ഭവനം വെച്ചു. ഞങ്ങൾ ഇപ്പോൾ പണി തീർന്നിട്ടില്ല, അതിൻ്റെ അകത്താണ് താമസം. അത്രയേറെ ഞങ്ങളെ സ്നേഹിച്ചു കർത്താവ്. അപ്പോൾ എനിക്കും ആ കർത്താവ് അത്രയേറെ ഞങ്ങളെ സ്നേഹിച്ചു. എനിക്കും ഓരോരുത്തരോടും പറയാനുള്ളത്, മദ്യപിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ള സന്ദേശം എന്ന് പറഞ്ഞാൽ, ഈ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് നല്ലതിന് വേണ്ടിയാണ്. പക്ഷെ പലരും അത് പാഴാക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം കേവലം 300 രൂപക്കും 400 രൂപക്കും കിട്ടുന്ന മദ്യം കഴിച്ചിട്ട് ഒരു പെൺകുട്ടിയെ ഒരു വീട്ടുകാർ തരുന്നെന്ന് പറഞ്ഞാൽ അവരുടെ എത്ര പരിശ്രമം കൊണ്ടാണ്. കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് എത്ര നാളത്തെ പരിശ്രമം കൊണ്ടാണ് ഒരു പെൺകുട്ടിയെ ഒരു വീട്ടുകാർ അണിയിച്ചൊരുക്കി നമ്മുടെ കയ്യിൽ തരുന്നത്. പക്ഷെ ഈ കേവലമായ 300 രൂപയുടെ 400 രൂപയുടെ മദ്യം കഴിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം ചവിട്ടി അരക്കപ്പെടുന്ന പല അവസ്ഥകളും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇവരെ എല്ലാം ശാപത്തിന്റെ പടുക്കുഴിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. കാരണം ദൈവം നമ്മൾ ഒറ്റക്കാണ് ഭൂമിയിലേക്ക് വരുന്നത്. പക്ഷെ നമുക്ക് ഈ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും നമുക്ക് താമസിക്കാൻ എല്ലാ സൗകര്യങ്ങളും തരുന്ന ദൈവമാണ്. പക്ഷെ ഇവരെയൊക്കെ പുലർത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷെ ചെയ്യാതെ മദ്യത്തിന്റെ പുറകെ നടക്കുന്നവർ കൊടും പാപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വളരെ വേദനയോടെ ഞാൻ പല ജീവിതങ്ങളും ഞങ്ങൾ സഞ്ചാരത്തിലൂടെ കാണാൻ ഇടയായിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ദയവായി നിങ്ങൾ നിർത്തണം, ഈ യേശുവിലേക്ക് തിരിച്ചു വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്നെ എന്റെ കുടുംബത്തെയും യേശു എത്ര ദുഷ്ടന്റെ ചതിക്കുഴിയിൽ നിന്ന് ഞങ്ങളെ നശിപ്പിച്ച് ഒരു അഴുക്ക് പാത്രം പോലെ തെരുവിലേക്ക് എറിയപ്പെട്ടൊരു വ്യക്തിയാണ് ഞാൻ, ആർക്കും വേണ്ടാതെ. പക്ഷെ ഇന്ന് എന്നെ ആ മാനിക്കുന്ന ഞങ്ങളെ ഈ നല്ല തലത്തിലേക്ക് എത്തിച്ച ആ യേശുവിനെ ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും അറിയണമെന്ന് ഞാൻ എന്റെ ആത്മാർത്ഥതയോടെ ഞാൻ പറയും. ഇതുപോലൊരു ദൈവം വേറെയില്ല. നിങ്ങൾ എത്ര നേർച്ച കഴിച്ചാലും എത്ര പ്രാർത്ഥന കഴിച്ചാലും നിങ്ങളുടെ വേദനകൾ അറിയുന്നത്. കാരണം കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർന്ന ആ ആണികളാലും ഇരുമ്പാണികൾ അടിച്ച് തകർക്കപ്പെട്ട ആ കരത്താലും ആ നിന്ദകളാലും പരിഹാസങ്ങളാലും ആ ഒരുപാട് കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടും എല്ലാം അനുഭവിച്ച ആ വേദനകളെല്ലാം അനുഭവിച്ച ആ ദൈവത്തിന് മാത്രമേ നമ്മുടെ വേദനയെ അറിയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും വലയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ യേശുക്രിസ്തുവിനെ അറിയണം എന്ന് ഞാൻ ഈ സാക്ഷ്യത്തിലൂടെ ഞാൻ പറയുകയാണ്. എനിക്കൊരു പാട്ട് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട്. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിന്റെ താഴ്വരയിൽ
കൈവിടുകയില്ല ഞാൻ നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരുക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്ന് എന്നും നടത്തിയിടും കൃപയിൽ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്ന് എന്നും നടത്തിയിടും കൃപയിൽ. എല്ലാരും നിന്നെ മറന്ന ഞാൻ നിന്നെ മറന്നിടുമോ? എല്ലാരും നിന്നെ മറന്ന ഞാൻ നിന്നെ മറന്നിടുമോ? എന്റെ കരത്തിൽ നിന്നെ വഹിച്ച് എന്നും നടത്തിയിടും കൃപയിൽ. എന്റെ കരത്തിൽ നിന്നെ വഹിച്ച് എന്നും നടത്തിയിടും ധരയിൽ. ഈ പാട്ട് പാസ്റ്റാൻഡ് എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം കരുതുന്നവർ ഞാനല്ലോ, വിടുകയില്ല കണ്ണുനീർ താഴ്വരയിൽ. എന്റെ ജീവിതത്തിൽ അതായിരുന്നു. കണ്ണുനീർ നിറഞ്ഞ ജീവിതമായിരുന്നു, കയ്പ് കലർന്ന ജീവിതമായിരുന്നു. പക്ഷെ ഞാൻ നല്ലതുപോലെ ഒന്ന് ജീവിക്കാൻ ഏറെ ഞാൻ കൊതിച്ചിരുന്നു. പക്ഷെ പറഞ്ഞ പോലെ എൻ്റെ വീട്ടുകാരുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നും എനിക്ക് ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട്. ഒരുപാട് നിന്ന സഹിക്കാൻ, ആക്ഷേപങ്ങളായി സഹിക്കാൻ എനിക്കിടയായിട്ടുണ്ട്. കാരണം ഈ മദ്യപാനത്തിൽ നിന്ന് ഞാൻ പലരോടും നമ്മൾ തലകുനിച്ച് നിൽക്കേണ്ടവരല്ല. ദൈവം നമുക്ക് ജീവൻ നമുക്ക് തലയുർത്തി ജീവിക്കാനാ. പക്ഷെ മദ്യപാനത്തിന്റെ പേരിൽ പലരോടും ഒരുപാട് പേര് എന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ കുടിച്ചു വെളിവില്ലാതെ വരുമ്പോൾ കൈ നീട്ടുമായിരുന്നു. പലരെടുക്കും 100 രൂപക്ക്, 50 രൂപക്ക്. പക്ഷെ അവിടെയൊക്കെ എൻ്റെ ആ കുടുംബത്തിന്റെ വില, എൻ്റെ മക്കളുടെ വില, അതൊക്കെ എല്ലാം പോയിരുന്നു. അങ്ങനെ അടിപിടി കേസുകൾ ഇല്ലാതെ എപ്പോഴും എൻ്റെ വീട്ടിൽ പോലീസുകാർ വരുമായിരുന്നു. എന്നെ അന്വേഷിച്ചിട്ട് എപ്പോഴും പോലീസുകാര് വരും. കാരണം കുടിച്ചിട്ട് ആരുടെങ്കിലും വഴക്കുണ്ടാക്കും, അല്ലെങ്കിൽ അയൽവക്കക്കാരുടെ വിഷയങ്ങളുണ്ടാക്കും, അവര് വിളിക്കും. അങ്ങനെ എൻ്റെ വീട്ടിൽ പോലീസ് എപ്പോഴും നാട്ടുകാരിക്കും ഒക്കെ ഒരു പരിഹാസ കഥാപാത്രമായിട്ട് ഞാന് അങ്ങനെ ജീവിച്ച് പോയൊരു അവസ്ഥയായിരുന്നു. രക്ഷിക്കപ്പെട്ടിട്ട് എത്ര വർഷമായി ബ്രദറെ? ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് 3 വർഷമായി. 3 വർഷം. കുടുംബമായിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടോ? കുടുംബപരമായിട്ട് അച്ഛനും അമ്മയും ഇല്ല, രക്ഷിക്കപ്പെട്ടിട്ട് വന്നിട്ടില്ല, വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. ഞാന്, എന്റെ വൈഫിന്റെ പേര് മാലിന്യ എന്നാണ്. വൈഫ്, എനിക്ക് 2 മക്കളുണ്ട്. മിന്നു, ശബരിനാഥ് എന്നാണ് മോന്റെ പേര്. മോള് സ്നാനപ്പെട്ടു, വൈഫ് സ്നാനപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു. പിന്നെ മോന് ചെറുതാണ്, അവന് ഇപ്പൊ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പൊ അവനും കൂടെ സ്നാനപ്പെടണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്റെ മോൻ ഞാൻ വളർന്ന രീതിയിലേക്ക് വരരുത്. യേശുവിനെ അവനെ അറിയണം. യേശുവിന് വേണ്ടി നിൽക്കുക. യേശുവിൽ ഒരു കുഞ്ഞാണെങ്കിലും യേശുവിൽ ഏൽക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ പിന്നെ നമ്മൾ നോക്കണ്ട. അവനെ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ യേശുദാസ്, അതായത് പാട്ട് പാടുന്ന യേശുദാസ് ഇത്രത്തോളം ഉയരങ്ങളിൽ എത്താൻ എന്താണെന്നറിയാവോ? യേശുദാസിന്റെ മുമ്പിൽ യേശു എന്ന് പറയുന്നൊരു പദം കിടക്കുന്നതാണ്. അവിടെ തടസ്സമില്ല, ഇരുളില്ല. കാരണം യേശുദാസിന് വെളിച്ചമായിട്ട് യേശുണ്ട് മുന്നിൽ നിന്ന്. പക്ഷെ യേശുദാസിന് പോലും അറിയില്ല കേട്ടോ. പക്ഷെ യേശു ആ പേര് വന്നത് കൊണ്ടാണ് ഇന്ന് പുള്ളി പ്രഗത്ഭനായത്. ഇവരോട് പറഞ്ഞ ഒരു പക്ഷെ നമ്മള് സമ്മതിക്കില്ല. അപ്പം ഞാനത് പലപ്പോഴും ചിന്തിക്കാം, ഈ യേശു എന്റെ ജീവിതത്തിൽ, ഈ യേശു ഈ അടുത്ത എത്ര നാളുകൾക്ക് മുമ്പ് വന്നെങ്കിൽ ഞാൻ ഇത്ര ശോഭിച്ചെങ്കിൽ, ഈ യേശുദാസിന് മുമ്പിൽ ഈ യേശു എത്രയോ വർഷങ്ങളായിട്ട് കിടക്കും. യേശുദാസ് ആക്ച്വലി ബ്രദറിന്റെ കൂട്ടി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒന്നും അല്ല, പേരേ ഉള്ളൂ. അല്ല, എന്താണെങ്കിലും ആ ഒരു പേര് ഓക്കെ ബ്രദർ. ഇപ്പൊ അമ്മയൊക്കെ എങ്ങനെ സഹകരിക്കുമോ നമ്മളോട്? അമ്മയൊന്നും സഹകരണമില്ല. ദൈവത്തെ അറിയാൻ വേണ്ടി ഞങ്ങള് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അവരോട് സ്നേഹപരമായിട്ട് പല പാസ്റ്റേഴ്സും ഒന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവരെ പാരമ്പര്യ കെട്ടുകളിലാണ്. ആ ക്ഷേത്രപരമായിട്ട് തന്നെ എന്റെ രക്ഷ കണ്ടിട്ട് പോലും ഞങ്ങളുടെ ജീവിതം, കാരണം എന്റെ ജീവിതം കണ്ണീർ കയത്തിലായിരുന്നു. അവർക്കറിയാം തവിടുപടിയായ ജീവിതമാണ്. പക്ഷെ എന്റെ അച്ഛനും അമ്മയും അത് കണ്ടിട്ട് പോലും ആ വിശ്വാസത്തിലേക്ക് വരുന്നില്ല. അന്ന് യേശുവിന് വിശ്വാസമാണെന്ന് പറയുന്നുണ്ട്, പല പാസ്റ്റർമാരും വരുമ്പോ പറയുന്നുണ്ട്. പക്ഷെ ഈ പല ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ
കിടക്കുന്ന ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് അമ്മയൊക്കെ വരാനായിട്ട് ഞങ്ങൾ പലപ്പോഴും പല പാസ്റ്റേഴ്സും വന്ന് വീട്ടിൽ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം ഞങ്ങള് ഇപ്പൊ ഈ പുതിയ വീട്ടിലായിരുന്നപ്പോ വെളിച്ചമില്ലെങ്കിലും ഞങ്ങൾക്ക് കരണ്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അവിടെ തന്നെയാണ് ഞങ്ങളുടെ പാസ്റ്റേഴ്സ് എല്ലാം വിസിറ്റിങ്ങിന് വരുന്നത്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും മടങ്ങി പോകുന്നതെല്ലാം. പക്ഷെ അപ്പുറത്ത് ചെല്ലുമ്പോൾ അവർക്ക് അതിന് താല്പര്യമില്ല, നേരത്തേക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് നമ്മളതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയും വിശ്വാസത്തിൽ വരണം, ഈ ദൈവത്തെ സ്വീകരിക്കണം, ഇതിൽ നല്ലൊരു ദൈവം വേറെ ഇല്ല എന്ന് അറിയണമെന്നാണ് എന്റെ. കർത്താവ് തക്ക സമയത്ത് ദൈവം ആഗ്രഹിക്കുന്നവരെ കർത്താവ് എന്തോ ചെയ്യും, തക്ക സമയത്ത് കൊണ്ടുവരും ബ്രദറെ. അതാണ്. ഓക്കെ. ഈ വൈഫിന്റെ അമ്മയൊക്കെ വിശ്വാസത്തില് ആരാധനയ്ക്കൊക്കെ വരുന്നവരെ വന്നോ? വൈഫിന്റെ അമ്മ വരും ആരാധനയ്ക്ക്. കാരണം അമ്മയ്ക്ക് എന്റെ ജീവിതത്തിലാണ് അമ്മക്കും വിശ്വാസമായി മാറിയത്. കാരണം എന്ന് പറഞ്ഞാൽ അമ്മ എന്നെ പല സ്ഥലത്തും കൊണ്ടുപോയതും അതുപോലെ മദ്യപാനം നിർത്താൻ വേണ്ടി പല സ്ഥലത്ത് കൊണ്ടുപോയതും ഞങ്ങൾ പല വഴിപാടുകൾ കഴിച്ചതുമൊക്കെ എന്റെ വൈഫിന്റെ അമ്മയ്ക്ക് അറിയാം. പക്ഷെ ഞാൻ ഇതിലൂടെ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് വിശ്വാസമായി യേശു ദൈവമാണെന്നുള്ളത്, യേശു അനുഗ്രഹിക്കൂ എന്നുള്ളത്. കാരണം ഇന്നലെ ഇപ്പൊ ഞാൻ അവിടെ ഒരു ആവശ്യത്തിന് പോകാൻ ഇടയായിത്തീരുന്നു. എന്നെ എല്ലാവർക്കും എന്ത് സ്നേഹമാണ്. കാരണം ഞാൻ അതുപോലുള്ള സ്നേഹം അനുഭവിച്ചിട്ടില്ല. കാരണം എന്നോട് മിണ്ടാൻ മടിയായിരുന്നു. കാരണം ഒരു പെൺകുട്ടിയെ അവിടെ നിന്ന് കല്യാണം കഴിക്കുക, ആ ജീവിതത്തിൽ ഇരുഭാഗത്തും വിഷയങ്ങൾ ഉണ്ടായിക്കോട്ടെ, പക്ഷെ എങ്കിൽ കൂടി അത് ഒരു പരിതാപകരമായിട്ട് പോകുമ്പോഴത്തേക്കും ആ നാട്ടുകാരിക്കൊക്കെ ആ പെൺകുട്ടിയോട് ചേർന്നുള്ള അവരുടെ സ്വന്തം മിത്രാദികൾക്കും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് നമ്മളോടുണ്ടാവും. അപ്പൊ അത് എന്നോട് കാണിച്ചിരുന്നു. പക്ഷെ ഇന്നലെ എന്നോട് പലരും പറഞ്ഞു, നീ ഇപ്പൊ നന്നായി, നിന്റെ ആ മുഖത്തിന് നല്ല മാറ്റമുണ്ട്, ആ ജീവിതത്തിന് ഒരു മാറ്റമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ മാറ്റമല്ല, ഞാൻ പറഞ്ഞ യേശുവാണ്, ഞാനല്ല. എന്നിലൂടെ യേശു പ്രവർത്തിച്ചപ്പോഴാണ് എനിക്ക് ഇങ്ങനെയായി തീർന്നത്. അപ്പൊ ഞാനത് പലരോടും പറഞ്ഞു, പല കുടുംബങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ മദ്യപാനത്തിൽ നമുക്കൊന്നും നേടാനില്ല. മദ്യപാനം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അവസാനം ആകുമ്പോഴത്തേക്കും അതിന്റെ റിസൾട്ട് നമുക്ക് വരും. വേറൊന്നുമല്ല, എന്തെങ്കിലും ഒരു രോഗം, പിന്നെ കുടിക്കാൻ പറ്റില്ല, പിന്നെ വീട്ടിൽ കിടന്ന് നരകിച്ച് ഉള്ളൊരു യാചന, ഭാര്യയും ഭർത്താവും ഭാര്യയും മക്കളും ഒക്കെ ബുദ്ധിമുട്ടിച്ച് അവശത വിട്ട് മരണത്തിന് നീങ്ങി പോണ ഒരു അവസ്ഥയുണ്ടാകും. പക്ഷെ അതല്ല, ഈ ദൈവത്തിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തികൾ ചെയ്ത് ആ യേശുവിൽ രക്ഷിക്കപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ എത്ര കൊടിയ മദ്യപാനിയാണെങ്കിലും അവന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചായിരിക്കും. ആ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത ആ ഒരു കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും ഒരു മദ്യപാനിയുടെ മക്കൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഭാര്യ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് സമാധാനം കിട്ടാൻ വേണ്ടി ആ കുടുംബം യേശുവിനെ സ്വീകരിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഒരിക്കലും അവരെ രക്ഷിക്കാൻ കഴിയുകയില്ല. ഒരു കല്ലിനും മണ്ണിനും ഒന്നിനും ഒരാളെ രക്ഷിക്കാൻ കഴിയില്ല. യേശുവിനെ രക്ഷിക്കാൻ കഴിയും. യേശു നമ്മുടെ കുടുംബത്തിൽ വന്നാലെ വെളിച്ചമടിച്ച് നമ്മളെ ചുറ്റി നിൽക്കുന്ന സർവ്വ മദ്യത്തിൻ്റെതാകട്ടെ എന്ത് കെട്ടുകളാകട്ടെ എല്ലാം മാറിപ്പോ. എന്റെ കുടുംബം അങ്ങനെ ഒരു ഞങ്ങൾ ഇരുട്ടറയിൽ കിടന്ന ഒരു കുടുംബമായിരുന്നു. ശരിക്കും അവിടുന്ന് ഞങ്ങളെ വിടിയിച്ചെടുത്തത് യേശു. ലോകത്തിന്റെ വെളിച്ചമാണ് കർത്താവായ യേശു ക്രിസ്തു. വെളിച്ചമാണെന്ന് പറഞ്ഞ കർത്താവ് ഇരുളിലേക്ക്, സാത്താന്റെ അന്ധകാരത്തുമാകുന്ന ഇരുളിലേക്ക് വെളിച്ചം കടന്നു വരുമ്പോൾ നമുക്ക് ആകമാനം ഒരു മാറ്റം ഉണ്ടാകും. ടോട്ടലി നമ്മുടെ സ്വഭാവത്തിനും നമ്മുടെ രൂപത്തിനും നമ്മുടെ അവസ്ഥയ്ക്കും എല്ലാം എന്തോ ചെയ്യും, മാറ്റം വരുത്തും. എന്നാൽ പലപ്പോഴും മനുഷ്യന്റെ കണ്ണ് തുറക്കാൻ പിശാച് അടച്ചു വെച്ചിരിക്കുന്നുണ്ട്, കുരുട്ട് കണ്ണാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് അവർക്ക് വാസ്തവമായി ആ വെളിച്ചമാകുന്ന ക്രിസ്തുവിലേക്ക് കടന്നു വരാൻ കഴിയാത്ത അവസ്ഥയാണ്. എന്നാൽ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രിയ സഹോദരനെ കർത്താവ് കണ്ടു. ആർക്കും വേണ്ടാതെ കിടന്ന ഒരു സ്ഥാനത്ത്, ഒരു അഴുക്ക് പിടിച്ച പാത്രം പോലെ വെളിയിലെറിഞ്ഞ സ്ഥാനത്തുനിന്ന് ബ്രദർ തന്നെ വാക്ക് പറഞ്ഞു. അപ്പൊ ആ സ്ഥാനത്ത് നിന്ന് കർത്താവ് കൊണ്ടുവന്ന് ഒരു നല്ല പാത്രമാക്കി ഇന്ന് കർത്താവ് തീർക്കുന്നു. അതാണ് യേശു ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത്. ആർക്കും വേണ്ടാത്തതിനെ സ്നേഹിക്കുന്ന സ്നേഹമാണ് യേശു ക്രിസ്തുവിന്റെ സ്നേഹം. ആമീൻ. ആ സ്നേഹത്തിലേക്ക് കടന്നു വരുവാനും കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. ബ്രദറിന് എന്തെങ്കിലും ഇനിയും പറയാനുണ്ടോ? വീടിന്റെ പണിയൊക്കെ തീർന്നല്ലോ ഇല്ലയോ? എഴുതിയ പാട്ടുണ്ട്, അത് പാടിക്കോട്ടെ. പാടിക്കോ. ഞാൻ ഈ പാട്ടിലൂടെ എനിക്ക് ദൈവം തന്ന സന്ദേശം, നമ്മൾക്ക് ഈ ജീവിതം തന്ന ദൈവമാണ്. പക്ഷെ അത് അറിയാതെ പോയാൽ ഈ ഭൂമിയിൽ ഒരു പാഴ്ജന്മമാണ്. ദൈവമേ നിന്റെ സ്നേഹം ഒന്നല്ലയോ എന്നെ നടത്തിയത്, ദൈവമേ നിന്റെ കൃപയും നല്ലയോ എന്നെ കരുതിയത്,
ഇതു ഞാൻ ഓർക്കാതിരുന്നാൽ ഈ ഭൂമിയിൽ ഞാനൊരു പാഴ്ജന്മം. ദൈവമേ, നിന്റെ സ്നേഹം ഒന്നല്ലയോ എന്നെ നടത്തിയത്. എത്ര തോരാത്ത കണ്ണുനീരും ഒരു ദിവസം ദൈവം തുടയ്ക്കും. എത്ര തകർന്ന ജീവിതവും ഒരു ദിവസം ദൈവം പണിയും. എത്ര തകർന്ന ജീവിതവും ഒരു ദിവസം ദൈവം പണിയും. എത്ര തുറക്കില്ലെന്നു വിചാരിച്ച വാതിലും ഒരു ദിവസം ദൈവം തുറക്കും. സർവ്വതും നീയല്ലയോ ദൈവമേ, സർവ്വതും നിന്റെയല്ലോ യേശുവേ, സർവ്വതും നിന്റെയല്ലോ ദൈവമേ, സർവ്വതും നീയല്ലയോ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ബ്രദറെ, കർത്താവ് ഇത്രത്തോളം ഉപയോഗിക്കുന്നല്ലോ. ഓക്കെ, ഇങ്ങനെയും കർത്താവ് ഉപയോഗിക്കും. പ്രിയ, എന്തോ പണി ചെയ്താ ഇപ്പം ജീവിക്കുന്നേ? ജോലി മത്സ്യബന്ധനമാണ്. അതിന് പെയിന്റിങ്ങിനും പോകുന്നുണ്ട്. എങ്ങനെ, മീൻ കച്ചവടം അതോ? മീൻ ഇപ്പൊ അതിന് പോകുന്നില്ല. കാരണം വെച്ചാൽ മീൻ നിർത്തിയത്. അപ്പൊ ഞാൻ പെയിന്റിങ്ങിന് ഇടക്ക് പോകും. കുറവുള്ളപ്പോ, മീനിന്റെ പണി മോശമുള്ളപ്പോ പെയിന്റിങ്ങിന് പോകും. കർത്താവ് അത്ഭുതമായി നടത്തുന്നല്ലോ. അങ്ങനെ മീനിന്റെ പണി വളരെ നല്ല പണിയാ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര് ഒക്കെ മീൻ പിടിക്കുന്നവരായിരുന്നല്ലോ. അപ്പൊ എന്നോട് ഒരാള്, നാട്ടിൻപുറത്തുള്ള ഒരാള് പറയുമായിരുന്നു, അദ്ദേഹം അപ്പച്ചൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞാൻ ആദ്യകാലത്തൊക്കെ പുള്ളിയുടെ കടയിലൊക്കെ പോയിരിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ വീട്ടിലൊക്കെ പ്രശ്നമായിരുന്നല്ലോ, വഴക്കൊക്കെ ആയിരുന്നപ്പോ ഒരു സമാധാനത്തിന് വേണ്ടി അവിടെ പോയിരിക്കുന്നത്. അപ്പൊ ഞാന് യേശുവിനെ അങ്ങനെ, ഇവിടെ ഒരു കപ്പേള ഉണ്ടായിരുന്നേ, അവിടെ ഞാൻ വെള്ളം കുടിച്ചിട്ട് ഈ കൊട്ടിപ്പാടി വെള്ളം അടിച്ചു പിടിപ്പില്ല എന്നപ്പോ ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക, പാട്ട് കേട്ടു. രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണോ കർത്താവിനെ കണ്ടത്? മുന്നേ രക്ഷിക്കപ്പെടുന്നതിനൊക്കെ മുന്നേ. അപ്പൊ അങ്ങനെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയെന്ന് അറിഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, യേശുവിന്റെ ശിഷ്യന്മാരെല്ലാം മത്സ്യം പിടുത്തക്കാരായിരുന്നു, നിന്നെയും അങ്ങനെ രക്ഷിക്കട്ടെ എന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര് മത്സ്യബന്ധനക്കാരായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏത് പണി ചെയ്താലും എന്തോ കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിലേ അതെന്തോ ചെയ്യത്തുള്ളൂ, അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. ഓക്കെ, കർത്താവ് അങ്ങനെ പ്രിയ സഹോദരനെ കുടുംബമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഓക്കെ, കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുക, വിശ്വാസത്തിന് വേണ്ടി സ്ഥിരതയോടുകൂടി നിൽക്കുക. ജീവിതത്തില് വിവിധ തരത്തിലുള്ള കഷ്ടങ്ങള്, ഭാരങ്ങള് എപ്പോഴും നമുക്ക് കടന്നു വരാം. ഒരു ദൈവ പൈതലിന്, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവ പൈതലിന് വിവിധ തരത്തിലുള്ള ഭാരങ്ങൾ കടന്നു വരാം. എന്നാൽ നിലനിൽക്കുക എന്നുള്ളത് കർത്താവ് നമുക്ക് തരുന്ന നല്ലൊരു കൃപയാണ്. ആ കൃപയ്ക്ക് വേണ്ടി നാം ഓരോ ദിവസവും ദൈവത്തോട് യാചിക്കുക, ദൈവസന്നിധിയിൽ അന്ത്യത്തോളം വിശ്വസ്തയോടുകൂടി നിൽക്കുക. എന്നാൽ ഒരു ജീവകിരീടം കർത്താവ് നൽകി തരുവാനിടയായിത്തീരും. ഓക്കെ, അങ്ങനെ ദൈവത്തിന്റെ പ്രിയ സഹോദരൻ സലീം ബ്രദറിനും കുടുംബത്തിനും കർത്താവ് നൽകി തരട്ടെ എന്ന് ജോയ്സ് ടിവിയിലൂടെ ഞങ്ങൾ ആശംസിക്കുന്നു. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ബ്രദറെ ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം. ആമേൻ, സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കാം. ഞാന് ഈ യൂട്യൂബ് ചാനലിന് വേണ്ടിയും എനിക്ക് പാസ്റ്റർ ആന്റിക്ക് വേണ്ടിയും ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ സ്നേഹത്തിലേക്ക് കടന്നു വരുവാനും അനേക കുടുംബങ്ങൾ ഇതിലൂടെ രക്ഷ പ്രാപിക്കുവാനും കർത്താവിനെ ഒരു കളിതമാശായിട്ടല്ല സർവ്വതും നടത്തുവാൻ കഴിവുള്ള വെളിച്ചമായ ആ സ്നേഹനിർമ്മലനായ അടിയനെ ഇത്രത്തോളം നടത്തിയ സകല രോഗങ്ങളിൽ ഞങ്ങളെ വിടിവിച്ച ഞങ്ങളുടെ കഴിവ് കൊണ്ടോ പദവി കൊണ്ടോ ഒന്നുമല്ല ഞാൻ ഇരിക്കുന്നതും ഈ സാക്ഷ്യം പറയുന്നതും ഇത്രയും പറഞ്ഞ സാക്ഷ്യം ഈ ലെവലിൽ എത്തിയതും അതാ കർത്താവ് യേശു ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ഫലമായിട്ട് മാത്രമാണ്. ആ കർത്താവ് ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവമേ അനുഗ്രഹിക്കട്ടെ. ഈ രക്ഷയുടെ സകലമാന മദ്യത്തിൽ നിന്ന്, സകലമാന ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് ദൈവമേ കണ്ണീരാൽ കഴിയുന്ന അമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, കുടുംബങ്ങളുണ്ട്. ദൈവമേ അവിടുന്നെല്ലാം ഓരോരുത്തരെയും ദൈവമേ യേശു ക്രിസ്തുവിനെ രക്ഷിച്ച് ദൈവമേ അങ്ങയുടെ അരികത്തേക്ക് വരുവാൻ അങ്ങ് ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. ദൈവമേ
ഞാൻ ഈ പ്രാർത്ഥനാലയത്തെയും ആന്റിയുടെ പ്രാർത്ഥനാലയത്തെയും എല്ലാം ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ ഭവനത്തെയും ലത സിസ്റ്റർ എന്നാണ് ആ സിസ്റ്ററിന്റെ വീട്. ആ സിസ്റ്ററിന്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ഈ സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം അതിലെ സിസ്റ്റർ എല്ലാം എനിക്ക് ശരിയാക്കി തന്നു. അപ്പം ആ സിസ്റ്ററിന്റെ കുടുംബത്തെയും ഞാൻ നന്ദി പറയുന്നു. എല്ലാവരെയും ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് ഇനിയും ഈ യൂട്യൂബ് ചാനലിൽ ഒരുപാട് നന്മകൾ ചെയ്യുവാൻ, വലുതാവുവാൻ, കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ചാനലായി തീരുവാൻ ഞാൻ ഇത് കേൾക്കുന്ന എല്ലാവരെയും എന്റെ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന ഏൽപ്പിക്കുന്നു. ദൈവത്തോന്ന് കേൾക്കണം, കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. അനുഗ്രഹിച്ചതിനായി ദൈവത്തോട് നന്ദി പറയുന്നു. ആമേൻ, 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 ആമേൻ. സ്നാനപ്പെട്ടപ്പോഴൊക്കെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ വീട്ടില്? സ്നാനപ്പെട്ടപ്പോഴൊക്കെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിരുന്നോ? സ്നാനപ്പെട്ടപ്പോൾ ഞാൻ ഒളിച്ചു പോയാണ് സ്നാനപ്പെടുന്നത്. ഒന്ന് പറയാമോ? ഒന്ന് ചോദിക്കാൻ പറ്റി. എനിക്ക് കർത്താവില് സ്നാനപ്പെടണമെന്ന് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. കാരണം ഞാൻ മദ്യത്തിൽ നിന്നൊക്കെ വിട്ടു വന്നെങ്കിലും, ഞാൻ പുകവലി നിർത്തിയെങ്കിലും എല്ലാം എനിക്കൊരു ഉറപ്പ് എനിക്ക് വന്നിട്ടില്ലായിരുന്നു. കർത്താവിന് രക്ഷിക്കപ്പെട്ടെങ്കിലും ഉപയോഗിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിലും എനിക്ക് പല പല പ്രകോപനങ്ങളും പല പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ തീരുമാനിച്ചു എനിക്ക് സ്നാനപ്പെടണം. അപ്പൊ ഞാൻ പോകുന്ന ചർച്ചിലെ രാജു പാസ്റ്ററിന്റെ അടുത്ത് ആദ്യം അനുപാസ്റ്റർ അടുത്ത് ഞാൻ ചെന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞ സലിമെ ഇപ്പോഴൊന്നും പറ്റത്തില്ലത്, അത് നമുക്ക് സലിം ഇനിയും കുറച്ച് കാലം കൂടെ കഴിയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് സ്നാനപ്പെട്ട അതിപ്പോ നടക്കൂല എന്ന് പറഞ്ഞു, നമുക്ക് പിന്നീട് ആവട്ടെ എന്ന് പറഞ്ഞു. എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ആലോചിച്ചു. അപ്പൊ എനിക്ക് മനസ്സിന് ഭയങ്കര പ്രയാസം, എനിക്ക് സ്നാനപ്പെട്ടേ പറ്റുള്ളൂ, കർത്താവിനെ സ്വീകരിച്ചേ എനിക്ക് പറ്റുള്ളൂ. അപ്പൊ എന്നോട് ഞാൻ രാജു പാസ്റ്റർ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് സ്നാനപ്പെടണം പാസ്റ്ററെ, എനിക്കും എന്റെ കുടുംബത്തിനും രക്ഷപ്പെടണം, കർത്താവിന്റെ കൈകളിലായെങ്കിൽ മാത്രമേ ഞങ്ങൾ പരിപൂർണ്ണ സുരക്ഷിതത്തിലെത്തുള്ളൂ. അപ്പൊ എന്നോട് പാസ്റ്റർ പറഞ്ഞു, സലീമ നമുക്ക് കുറച്ച് നാൾ കൂടെ കഴിയട്ടെ. അപ്പൊ ഒത്തിരി പേരെ ഞാൻ സ്നാനപ്പെടുത്തി. അപ്പൊ ഒരാളായിട്ട് എങ്ങനെ പുഴയിൽ നമുക്ക് ഇങ്ങനെ മുറിഞ്ഞപുഴ പുഴയുണ്ട്, അവിടെ നമുക്ക് ഒരു കൂട്ടമായിട്ട് സ്നാനം എടുക്കാം, അപ്പൊ സലീമിനെ കൊടുത്ത് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് അങ്ങനെ പോയാൽ പറ്റില്ല. അപ്പൊ ഞാൻ പറയാന്ന് പറഞ്ഞെങ്കിൽ ഞാൻ വീട്ടിൽ വന്നു. ഇങ്ങനെ ദിനേശൻ ബ്രദർ എന്ന് പറഞ്ഞൊരു ബ്രദർ ഉണ്ട്, ദിനേശൻ. അദ്ദേഹം ഒത്തിരി പേര് കൊണ്ടുപോയിട്ടുണ്ട് സ്നാനപ്പെടുത്താനായിട്ട്. ചില കുടുംബങ്ങളിൽ ഇടപെടും. നല്ലൊരു വ്യക്തിയാണ്. എന്റെ വീട്ടിലൊക്കെ എപ്പോഴും വരും. കാല് പാടില്ല, അദ്ദേഹത്തിന് രോഗങ്ങളുണ്ട്, എന്നാലും അദ്ദേഹത്തിന് കുടുംബമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എന്നാലും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവിനെ രക്ഷിക്കാൻ വേണ്ടി ഇന്നും പുള്ളി സൈക്കിളുമായിട്ടാണോ, ബൈക്കില്ല, സൈക്കിളിന് പുള്ളി ഏത് ദൂരം വേണമെങ്കിലും സഞ്ചരിച്ചു പോകും. എന്റെ വീട്ടിലൊക്കെ വീട്ടിൽ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോ അദ്ദേഹം എന്നോട് കടന്നിരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ വന്നത്, ഗണേശൻ പാസ്റ്റർ ഞാൻ വന്നത് എനിക്ക് സ്നാനപ്പെടണം. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, കൊള്ളാലോ സ്നാനപ്പെടണം, കാരണം സലി ഇപ്പൊ പുറത്താ നിൽക്കണത്, കർത്താവിന്റെ കൈകളിലാണ്. ആ കൈകളിലായാൽ പിന്നെ താങ്കൾക്ക് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അന്ന് എനിക്ക് സ്നാനപ്പെടണം. എനിക്കൊക്കെ ഭയങ്കര പുതിയായി സ്നാനപ്പെടണം. അപ്പം ഞാൻ വീട്ടിൽ വന്ന് അങ്ങനെ പ്രാർത്ഥനയായി എപ്പോഴും ബൈബിൾ എടുത്ത് പ്രാർത്ഥിക്കും, കർത്താവ് എന്നെ എന്താ സ്നാനപ്പെടുത്താത്തത്, എന്റെ ഭാഗത്ത് എന്താ കുറവുള്ളത്, എന്താ എന്റെ ഭാഗത്ത് പ്രശ്നമുള്ളത്, ഞാൻ എല്ലാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. അപ്പൊ എന്നോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, എന്നാ ഞായറാഴ്ച നമുക്ക് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന്, അപ്പൊ വൈഫ് സ്നാനപ്പെട്ടില്ല, അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് പെടണമെന്നും പറഞ്ഞൊക്കെ ഇരിക്കുക. അപ്പൊ പുള്ളിക്കാലത്ത് താല്പര്യമില്ല, അങ്ങനെ പറയുന്നില്ല. അപ്പൊ ഞാൻ എന്റെ ഒരു ജീൻസ് എടുത്ത്, ഒരു ജീൻസും ബനിയൻ ഇട്ടുകൊണ്ട് പോയിട്ട് ഒരു മുണ്ട് ഞാൻ എടുത്ത്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു ടീം പോകുന്നുണ്ട് പറവൂർ. അപ്പൊ അവരൊരു കാറുണ്ട്. ആ കാറില് ഞാൻ ഇവിടുന്ന് ആരും അറിയാതെ ഒളിച്ചു ചെന്നിട്ട് അവിടുന്ന് കാറിൽ കയറി. ചർച്ചിൽ പോലും പറഞ്ഞിട്ടില്ല ഞാൻ ആ ദിവസം, കാരണം രാജപാർഷനിൽ എന്നെ സ്നാനപ്പെടുത്തല്ലോ, പറഞ്ഞാൽ നടക്കും. ഞാൻ ഈ കാറിൽ കയറിയിട്ട് വൈക്കത്ത് പോയി. വൈക്കത്ത് സ്വർഗീയ വിരുന്ന് എന്ന് പറഞ്ഞൊരു സഭയുണ്ട്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം ഞാൻ ദിനേശൻ പാസ്റ്ററോട്, അപ്പൊ ദിനേശൻ പാസ്റ്റർ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. അപ്പൊ അവിടെ ഇതുണ്ട്, ഈ ആരാധനക്കുള്ള പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കും. ഇപ്പൊ നല്ല പാട്ടൊക്കെ ഇങ്ങനെ തകർത്തടിച്ചുകൊണ്ടിരിക്കും, നല്ല ആരാധന. ഞാനത് നല്ല ആരാധന മണിക്കൂറുകൾ ഞാനും ആരാധിച്ചു. എനിക്ക് സ്നാനപ്പെട്ട ദിവസം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, ഞാൻ ആരാധിക്കും, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ആരാധിച്ചു പോകുമ്പോഴത്തേക്കും ഈ ദിനേശൻ പാസ്റ്ററിനോട് പറഞ്ഞ്, സലിമ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതല്ല, സാക്ഷ്യം പറയണല്ലോ, എനിക്ക് സ്നാനപ്പെടണം, അതാണ് എന്റെ ആഗ്രഹം. അപ്പൊ പറഞ്ഞത് പെടുത്തും, ഇന്ന് ഞാൻ പെടുത്തും, കർത്താവ് പെടുത്തും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങള് സംസാരിച്ച് സാക്ഷിയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സ്നാനപ്പെടാൻ 3 പേര് എനിക്ക് ക്ലാസ് എടുത്തു. അവിടെ ഒരു വിനോദ് ബ്രദർ ഉണ്ട്, ദിനേശ് ബ്രദറിനോട് ഒരുപാട് സംസാരിച്ചു, പിന്നെ വേറൊരു ബ്രദർ സംസാരിച്ചു. അപ്പൊ യേശുക്രിസ്തു ആരെന്ന് അറിയാവുന്നേ,
എന്റെ ജീവിതത്തിൽ എന്തോ വെറുതെ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, ഏഹ് ഉറക്കെ പറഞ്ഞേ. ഇതുപോലെ എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല. എനിക്ക് അച്ഛനും അമ്മയും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇത്ര കാര്യമായിട്ട് എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല. യേശുവിനെ എനിക്ക് അടുത്തറിയാം, അതിലും എനിക്കൊന്നും പറയാനില്ല. അപ്പൊ എന്നോട് പറഞ്ഞ് കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞ് പിന്നെ ഇനി പഴയ പോലെ ഒന്നും നടക്കാൻ പറ്റത്തില്ല. യേശു കർത്താവിന്റെ ഒരു വസ്ത്രമാണ് നമ്മൾ ധരിക്കാൻ പോകുന്നത്. അപ്പം ഇത്ര നാൾ സലിമിന് കുഴപ്പമില്ല, ഒരു നിസ്സാര കാര്യമല്ല ചെയ്യാൻ പോകുന്നത്, ഏറ്റവും വലിയൊരു കാര്യം. ഞാനത് പലരോടും പറയാറുണ്ട്. സ്നാനപ്പെടുന്ന എനിക്ക് അന്നത്തെ ദിവസം അനുഭവിച്ച പോലെ ഒരു സന്തോഷം എന്റെ ജീവിതത്തിൽ പിന്നെ എനിക്ക് ഇന്നയോളം ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് സ്വർഗം കിട്ടിയത് നമ്മൾ കേട്ടിട്ടുണ്ട്, അത് അന്ന് ഞാൻ അനുഭവിച്ചു. സത്യം, എന്റെ ഹൃദയത്തിൽ ഒരു ഭാരവും ഇല്ല, എത്ര സന്തോഷമായിരുന്നു. അങ്ങനെ ഞാൻ സ്നാനപ്പെടാനായിട്ട് ഒരു ക്ലാസ് ഒക്കെ എടുത്തു. അങ്ങനെ അപ്പൊ ഒരു സുപ്രഭാതത്തിൽ പറയും ഈ പാസ്റ്റർ വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ എല്ലാം നിരാശയായി. ഞാൻ അവിടെ കൽപ്പടവിൽ ഇങ്ങനെ വെറുതെ തളർന്ന മട്ടിലിരിക്കുവായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥന, അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ വേറൊരു പാസ്റ്റർ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ആ പാസ്റ്ററിന് എവിടെയോ മീറ്റിംഗ് ഉണ്ട്, അവിടെ 3 വർഷം തിരക്ക്. അപ്പൊ ആ വേറൊരു പാസ്റ്റർ പറഞ്ഞു, എന്നോട് വിളിച്ചു പറഞ്ഞു, ഒരു പയ്യൻ സ്നാനപ്പെടാൻ വേണ്ടി ഇവിടെ തിടുക്കത്തിൽ വന്നിരിക്കുക, അങ്ങനെയുള്ളവരെയല്ലേ നമ്മൾ, ആവശ്യക്കാരിക്കല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ പാസ്റ്റർ പറഞ്ഞു ഞാൻ വേറൊരു മീറ്റിംഗ് മാറ്റി വെക്കുക, ഞാനിന്ന് വരുവാന്ന് പറഞ്ഞു. ഞാൻ അവിടുത്തെ സമയം മാറ്റി ഞാൻ വരുവാന്ന്. അങ്ങനെ ആ പാസ്റ്റർ വന്നു. അപ്പൊ ഇവരവിടെ വെച്ച സഹോദരന്മാരെല്ലാം എല്ലാം അവിടുത്തെ കുളത്തിലെ പായലുകളും എല്ലാം നീക്കി കുളം റെഡിയാക്കി. അപ്പൊ ഈ പാസ്റ്റർ വന്നു. ഞാനപ്പൊ എന്റെ മുണ്ട് മാറി റെഡിയായിട്ട് എന്നെ മാത്രം ആ പാസ്റ്റർ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഞാൻ അങ്ങിലാകുകയാണ്, എനിക്ക് ജീവനാണ് എന്റെ യേശു, ഇനി എന്റെ അന്ത്യത്തോളം എനിക്ക് യേശു അല്ലാതെ വേറൊന്നുമില്ല. ഞാൻ ഇപ്പോഴും പറയും യേശു എനിക്ക് ജീവനാണ്, എപ്പോഴും ഞാൻ പറയും എന്റെ യേശു എനിക്ക് ജീവനാണ്. കാരണം യേശുവാ എനിക്ക് ജീവിതത്തിൽ തന്നത്. പലരും നമ്മളെ പഴിക്കാറുണ്ട്, പലരും യേശുവിനെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. അവർക്കൊന്നും ആ നന്മ അറിയില്ല, യേശു എന്ന നന്മ വരെ അറിയില്ല. കാരണം അവരിൽ വസിക്കുന്ന തിന്മ മരത്തെ അവർക്ക് കാണാൻ കഴിയുന്നുള്ളൂ, യേശു എന്ന നന്മയെ അവർ കാണുന്നില്ല. യേശു എന്ന നന്മ മരം അവരുടെ ഉള്ളിൽ കിളുത്താൽ ഈ മദ്യപാനം പല ലഹരിയും അവരുടെ തിന്മയുടെ മരം ഒടിഞ്ഞു പോകും. അത് യേശു എന്ന നന്മ മരത്തെ അവർ അറിയണം. അതറിഞ്ഞാൽ ഞാൻ കർത്താവെ ഞാൻ സ്നാനപ്പെടുകയാണ്, പക്ഷെ ഇന്നയോളം ജീവിച്ചു വന്നിട്ട് എന്നെ മദ്യപിച്ച് കർത്താവിൽ വന്നിരുന്ന പാടൊക്കെ ഒരുപാട് ഉപദ്രവങ്ങൾ ഞാൻ ഏറ്റിട്ടുണ്ട്. പക്ഷെ ഇന്നയോളം എന്റെ മേത്തൊരു മൺതരി വീഴാൻ, ഒരാളോട് വഴക്കിടാൻ എത്തിയിട്ട് വരാം, ഇതുവരെ ഞാൻ സ്നാനപ്പെട്ട് കർത്താവിലായിട്ട് ഒരു വിഷയങ്ങളുണ്ടായിട്ട് എന്റെ ജീവിതത്തിൽ ഒരു പരാതി പോലും ഈ നാട്ടിലുള്ള ഒരാളും പറയാനിടവന്നു. എന്റെ കഴിവല്ലത്, ആ നന്മ മരം എന്നിൽ വളർന്നതാണ്. ആ നന്മ മരം അത് വളർന്നതാ എന്റെ സ്വഭാവം അറിയും. ചില്ലകളൊക്കെ അപ്പൊ എന്നിലുള്ള ചില്ലകളൊക്കെ പോയി. പിന്നെ ഇപ്പൊ സിസ്റ്റർ സ്നാനപ്പെട്ടോ? സിസ്റ്റർ സ്നാനപ്പെട്ടല്ലോ ഇല്ലയോ? ഇപ്പോഴും ദൈവം പോകുന്നുണ്ട്, ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ, ദൈവമെല്ലാം നന്മകളാലും നിറയ്ക്കട്ടെ. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ.